السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവ് എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. എത്ര പഠിച്ചാലും ഒന്നും ആവാത്തത്ര ആഴമേറിയതാണ് അറിവിന്റെ ലോകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നബിയെ, താങ്കൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണേ എന്ന്. വർദ്ധിപ്പിച്ചു നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഏക കാര്യം അറിവ് മാത്രമാണ്. നബിയേക്കാൾ അറിവുള്ള ആരും ഉണ്ടാവില്ല ഉറപ്പാണല്ലോ. ആ നബിയാണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണേ. എത്ര അറിഞ്ഞാലും ഒന്നുമല്ല. അറിയുന്തോറും നമ്മുടെ അറിവിന്റെ ആഴമല്ല നമുക്ക് ബോധ്യമാവുക. അറിവില്ലായ്മയുടെ ആഴമാണ് ബോധ്യമാവുക. പഠിക്കുമ്പോഴാണ് അറിയുക ഞാൻ പഠിച്ചതൊന്നും ആയിട്ടില്ല എന്ന്. അറിവിന് 3 ഘട്ടങ്ങളുണ്ട് എന്നാണ്. ഒന്നാമതായി കുറച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ എനിക്ക് അത്യാവശ്യമൊക്കെ അറിവുണ്ട് എന്ന് തോന്നൽ വരും. അതാണ് ഒന്നാം ഘട്ടം. ഏതൊക്കെ പഠിഞ്ഞു വലിയ കുറവൊന്നുമില്ല, ഇത്ര മോശമൊന്നുമല്ല ഞാൻ എന്ന് തോന്നൽ വരും. അതാണ് ആദ്യത്തെ ഘട്ടം. ആ ഘട്ടം പേടിക്കപ്പെടുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവരെ കുടുംബത്തിന് വലിയ ഫിത്ന ഉണ്ടാകുന്ന മുറിവൈദ്യന് ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ അവർക്ക് അറിയുകയുമില്ല, അറിയില്ല എന്നതും പറയുകയില്ല. അതാണ് പ്രത്യേകത. എന്ത് ചോദിച്ചാലും ചാടിക്കേറി ഉത്തരം പറയും. വലിയ ആലിമായി സ്വയം അവൻ നടിക്കും. യഥാർത്ഥത്തിൽ ഒന്നുമൊട്ട് അറിയുകയുമില്ല. രണ്ടാമത്തെ ഘട്ടം പിന്നെയും കുറെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന് മനസ്സിലാകും എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നത്. അതാണ് രണ്ടാമത്തെ ഘട്ടം. പിന്നെയും പഠിച്ച് വലിയ ആഴത്തിലുള്ള അറിവ് നേടുമ്പോൾ അവന് ബോധ്യമാകും ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന്. അതാണ് ശരിയായ അറിവ്. അറിയില്ല എന്ന അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. അതുകൊണ്ടാണ് മുൻഗാമികളായ വലിയ പണ്ഡിതന്മാരൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ടിരുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരുന്നെങ്കിൽ അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ചോദ്യങ്ങൾ ചോദിച്ചാൽ പലപ്പോഴും മറ്റുള്ളവരേക്ക് പറഞ്ഞേക്കുന്ന പതിവ് സ്വഹാബിമാർ മുതൽ ചെയ്തു പോകുന്നതാണ്. സ്വഹാബിമാർ കാണാം ഒരു സ്വഹാബിയുടെ ഒരാൾ വന്ന് സംശയം ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നേക്കാൾ ഇത് പറയാൻ കുറച്ചും കൂടെ അർഹതയുള്ളത് ഇന്ന ആളാണ്, അദ്ദേഹത്തെ പോയി കണ്ടു ചോദിച്ചോളൂ, അദ്ദേഹം കുറച്ചും കൂടെ വിവരമുള്ള ആളാണ് നല്ലത്. ഈ ചോദ്യകർത്താവ് നേരെ അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു. ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല ഇതത്ര അറിയുന്ന ആള്,
മറ്റൊരാളെ പറഞ്ഞെടുത്തു, ഇന്നാളത്ത് പോയിക്കോളൂ, അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിയും. അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല പറയാൻ നല്ലത്. അദ്ദേഹം വേറെ പറഞ്ഞയച്ചു. ഒരാളും മറുപടി പറയുന്നില്ല. അതാണ് ദീന് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബേജാറാണത്. നമുക്കിത് അറിവില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ബേജാറും ഇല്ലാന്നുള്ളൂ. ആരെന്ത് വെച്ചാൽ റെഡി നോത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ മനുഷ്യൻ 29 ആഴ്ചയാണ് ഉത്തരം കിട്ടി. ഇങ്ങനെ പറഞ്ഞേക്കാണ്. 29ാമത്തെ ആള് പറഞ്ഞു, ഏറ്റവും നല്ല ആള് ഞാൻ പറഞ്ഞു, അവിടെ പോയിക്കോളൂ, അവിടുന്ന് കിട്ടും ഉത്തരം. അങ്ങനെ 30ാമത്തെ ആളെ പേര് കേട്ടു. അദ്ദേഹം ആദ്യം പോയ ആളാണ്. അദ്ദേഹം ആദ്യം എവിടെയാണോ ചെന്നത് അദ്ദേഹത്തെയാണ് അവസാനം 30ാമത്തെ പേരായിട്ട്. അപ്പൊ അത്ര അറിവുള്ള ആളുകൾ പോലും ഉത്തരം പറയാതെ പരമാവധി ഭയപ്പെട്ട് മാറി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വലിയ ആലിമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ സനദടക്കം കാണാതെ പഠിച്ച ആളാണ്. ഇമാം ഷാഫിയുടെ ഉസ്താദാണ് അദ്ദേഹം. മദീനയിൽ റൗളയിൽ നബിയുടെ മിമ്പറിന്റെ താഴെ ഇരുന്നു കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ദർസ് നടത്തിയിരുന്നത്. ആയിരക്കണക്കായ പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മദീനയിലേക്ക് വരികയും ഇമാം മാലിക്കിന്റെ സദസ്സിൽ ശിഷ്യന്മാരായി കൂടുകയും ചെയ്യാറുണ്ട് എന്ന് കാണാൻ കഴിയും. ഇമാം ഷാഫി അടക്കം ഇമാം മാലിക്കിനെ പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് യാത്ര പോയി ഇമാം മാലിക്കിന്റെ ദർസിൽ ചേർന്ന ആളാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ആ ഇമാം മാലിക്കിന്റെ ഒരു സദസ്സിൽ 48 ചോദ്യങ്ങൾ വന്നപ്പോ 32 ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി എനിക്കറിയില്ല. എനിക്കറിയാം. 16ത്തിനാണ് ആകെ ഉത്തരം പറഞ്ഞത്. അത് തന്നെ ഉത്തരം പറഞ്ഞ അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ ധാരണ പ്രകാരം പറയാണ്, എനിക്ക് ഉറപ്പില്ല എന്ന് അദ്ദേഹം കൂടെ പറയുമായിരുന്നുവെന്നാണ്. ഒരിക്കലും ചോദിക്കുന്നുണ്ട്, എത്ര വലിയ ഒരു പണ്ഡിതനായിട്ട് ആളുകൾക്ക് സംശയം ചോദിക്കുമ്പോൾ എനിക്ക് അറിയാന്ന് പറയാൻ മടിയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്തിനാ മടിക്കണം? മലക്കുകൾ പറഞ്ഞ മറുപടിയാണല്ലോ അത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അത് മലക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മാലികത്തിനാണ് മടി കാണിക്കുക എന്നാണ് അദ്ദേഹം തിരിച്ചവിടെ ചോദിച്ചത്. ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ ശരീരത്തെ നരകത്തിലും സുഖത്തിലും നിർത്തിയിട്ട് ഏതിലേക്ക് പോകണമെന്ന് അവൻ തീരുമാനിച്ചോട്ടെ, എന്നിട്ടും അവന്റെ ആ ഒരു മട്ട് എന്നാണ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉ ബയാൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്. എല്ലാത്തിനും ഉത്തരം പറയുമെന്ന് ഒരാൾ വാദിക്കുന്നുവെങ്കിൽ അവൻ ഭ്രാന്തനാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അറിവുമായി കിതാബിൽ. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ചോദിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊക്കെ അത് പറഞ്ഞെങ്കിൽ ഒന്നുമല്ല, തങ്ങളൊക്കെ പിന്നെ എന്താണ് പറയാ? അവർക്ക് ലക്ഷക്കണക്കിന് ഹദീസുകൾ സനദടക്കം ഹിഫ്ളാക്കിയ മനുഷ്യന്മാരാണ്. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു ഹദീസ് പോലും അങ്ങനെ സനദടക്കം ഹിഫ്ളില്ല എന്ന് പറയാം. പിന്നെ രാജ്യത്ത് മുൾമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ ആരില്ലാതാകുമ്പോൾ ഉള്ളവരെ പിടിച്ചാൽ ഏൽപ്പിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അറിയുന്നത് പറയാം. അല്ലാഹു തആല നമുക്കെല്ലാം സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവാണ് കാലത്ത് പ്രധാനം. എത്ര പഠിച്ചാലും എവിടേക്കും എത്തുകയില്ല. ഇബാദത്തിനേക്കാൾ മഹത്വം ഇന്ന് ഇൽമിനാണ്. സ്വഹാബിമാരുള്ള കാലം അന്ന് ഇൽമിനേക്കാൾ മഹത്വം ഇബാദത്തിനാണ്. ഇൽമുള്ളവർ എമ്പാടും ഉണ്ട്. ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി അന്ന് പറയുന്നുണ്ട്, കൂടെയുള്ള സ്വഹാബിമാരുടെ താബിഈങ്ങളുമായ ആളുകളോട് അദ്ദേഹം പറയുന്നു, നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്നത് ഇന്ന് അറിവുള്ളവർ ധാരാളമാണ്. പ്രഭാഷകന്മാർ കുറവാണ്. ചോദിക്കുന്നവർ കുറവാണ്. കൊടുക്കാൻ എമ്പാടും ആളുണ്ട്. എന്നാൽ ഇനിയൊരു കാലം വരാനുണ്ട്. ആ കാലത്ത് അറിവുള്ളവർ വളരെ കുറവായിരിക്കും. എന്നാൽ പ്രസംഗിക്കുന്നവർ ധാരാളം ഉണ്ടാകും. 2, 3, 4 മണിക്കൂർ പ്രസംഗിക്കാൻ നമുക്കൊന്നും ഇപ്പോഴത്തെ അവസ്ഥ ബുദ്ധിമുട്ടൊന്നുമില്ല.
പ്രവാചകന്മാരെമ്പാടും ഉണ്ടാകും എന്ന അറിവുള്ളവർ വളരെ വളരെ കുറവായിരിക്കും. അത് ചോദിക്കുന്നവർ ധാരാളം ഉണ്ടാകും, നൽകുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ ചോദിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത്തരം ഘട്ടം വരാനുണ്ട് ഈ ഉമ്മത്തിന്. അന്ന് അറിവിനാണ് ഇബാദത്തിനേക്കാളും മഹത്വമുള്ളത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെ ജീവിക്കുന്നത് പ്രസംഗിക്കാനും ക്ലാസ്സിനും ഇഷ്ടം ഒരാളുണ്ട്. സംഗതി ചോദിച്ചാൽ വ്യക്തമായി പറയാൻ കഴിയുന്ന ആളുകൾ വളരെ വളരെ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പഠിക്കണം, ധാരാളമായി പഠിക്കണം. ചോദിച്ചും കേട്ടും പഠിച്ചും അറിഞ്ഞും തന്നെയാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഇന്ന് റബ്ബ് തന്ന നിഅമത്ത് പഠിക്കാനെമ്പാടും സാഹചര്യമുണ്ടെന്നാണ്. മുൻഗാമികൾ ചെയ്തു വെച്ച സേവനങ്ങളെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാക്കാൻ സൗകര്യമുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹ് ബുഖാരി എന്ന കിതാബ് ക്രോഡീകരിക്കാൻ വേണ്ടി 16,000 കിലോമീറ്ററാണ് അദ്ദേഹം സഞ്ചരിച്ചത് ആ കാലത്ത്. ഇന്ന് സ്വഹീഹ് ബുഖാരി നമ്മളെ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. ഒരു മുടക്കില്ല. ഏത് ഹദീസും കിട്ടും, ഏത് ആയത്തും കിട്ടും, ഏത് തഫ്സീറും കിട്ടും. ലോകത്തുള്ള ഏത് കിതാബിൽ ഏത് വാചകം സെർച്ച് ചെയ്യണമെങ്കിൽ ഇന്ന് മൊബൈലുകൾക്ക് സംവിധാനമുണ്ട്. കിതാബിന്റെ പേര് പോലും ഓർമ്മ പേജ് ഓർമ്മ വേണ്ട, ഏതെങ്കിലും പദം ഓർമ്മ മതി. ആ കിതാബിൽ വന്ന ഒരു വാക്ക് അതങ്ങ് അടിച്ചുകൊടുത്താൽ ലക്ഷക്കണക്കായ കിതാബിൽ തപ്പി പിടിച്ചിട്ട് അത് ഇന്ന കിതാബിന്റെ വളർത്ത പേജിലുണ്ട് കാണിച്ചു തരുന്ന സംവിധാനം ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്. അത് നമുക്കൊരു സൗകര്യമാണ്. നമ്മളിപ്പോ ക്ലാസ് കാലാകാലം കേൾക്കാൻ പറ്റും. അത് പഴയ കാലത്തില്ല. എത്ര പള്ളിയിലാണ് നമ്മളെ ഫോണിന്റെ വരിക ഉച്ചശേഷം. പഴയ കാലത്ത് അതല്ല, അവിടെ പോയി ഇരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇന്നതല്ല. പക്ഷെ ഇവിടെ വന്നാൽ കേൾക്കുന്നേക്കാളേറെ സ്വസ്ഥമായി കേൾക്കാൻ വരെ ഇത് കഴിയും. ആ അവസരങ്ങളെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. ലോകത്തെവിടെയുമുള്ള ഏതൊരാളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചോദിക്കാനും നമുക്കിന്ന് അവസരമുണ്ട്. അതിന് കാലങ്ങളോ രാജ്യങ്ങളോ അതിർത്തികളോ ഒന്നും അതിന് ബാധകമല്ല. മുമ്പതല്ല. ഒരാളെ ഉള്ള സ്ഥലത്തേക്ക് തെരഞ്ഞു പോകണം. ഇമാം മാലിക്കിനെ കാണാൻ ഒരു മനുഷ്യൻ വരുന്ന മദീനത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവമാണ്. അയാൾ വന്നിട്ട് പറയാണ്, ഞാൻ 6 മാസത്തെ വഴിദൂരം താണ്ടിയാണ് അക്കാലത്ത്. നടന്നോ കഴിഞ്ഞ 6 മാസത്തെ വഴിദൂരം താണ്ടി ഞാൻ വന്നത്. എന്റെ നാട്ടിൽ പ്രശ്നമുണ്ട്. അവിടെയുള്ള പണ്ഡിതന്മാർക്കൊന്നും ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ വന്ന് കാണാൻ എന്റെ നാട്ടുകാർ തീരുമാനിച്ചു. അവരൊക്കെ ഇവിടെ കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഒരു മസ്അല നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി നാട്ടുകാർ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അതിന് 6 മാസം ദൂരം താണ്ടി ഏതോ അന്യരാജ്യത്തിൽ അയാൾ വരികയാണ് മദീനത്തേക്ക്. ആ നാട്ടുകാർക്ക് സംശയം സംശയിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചതാണ്. ഇമാം മാലിക് ചോദിച്ചു. ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇമാം മാലിക് പറഞ്ഞില്ല, എനിക്കത് കൃത്യമായി അറിയുകയില്ല. ഈ മനുഷ്യനാകെ അമ്പരന്ന് പോയിനാണ്. കാരണം ലോകം മുഴുവൻ കേറി കേട്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിന് അറിയാത്ത ഒന്നുമില്ലാത്ത ആളുകളുടെ ധാരണ. അങ്ങനത്തെ ഒരു മഹാനത്ത് വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കറിയില്ല. ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ആ നാട്ടിൽ മടങ്ങിപ്പോയ എന്താ പറയാ അവരോട്? 6 മാസം സഞ്ചരിച്ചവിടെ തിരിച്ചങ്ങോട്ട് പോയി ആ നാട്ടുകാരെ എന്നെ കാത്തിക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയും? ഇമാം മാലിക് വന്ന മറുപടി അവിടെ പോയി പറയുക, ഞാൻ മാലിക്കിനെ ചെന്ന് കണ്ടു, ചോദിച്ചു. മാലിക് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയുകയില്ല എന്ന് പോയി പറഞ്ഞു. തൽക്കാലം ഒപ്പിച്ചാണ് തൽക്കാലം ചെയ്തോ? ഇല്ല. അവിടെ പോയിട്ട് പറഞ്ഞു, ഞാൻ മാലിക്കിനെ കണ്ടു, മാലിക് അറിയാതാണ്. അതാണ് അവിടൊക്കെ വിനയം. ശിഷ്യനാണ്. ഇമാം ഷാഫിഈ ഉസ്താദ് കൂടിയാണ്. ഇമാം മാലിക്കിന്റെ അതേ നിലവാരമുള്ള കൂഫയിലെ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഹസൻ ശൈബാനി റഹിമഹുല്ലാഹ്. ശൈബാനി ഇമാം ഷാഫിഈ എത്തുമ്പോൾ ഇമാം ഷാഫിഈക്ക് 14 വയസ്സായാണ്. 13 വയസ്സും 8 മാസം. ആ സമയത്ത് ഇമാം ഷാഫിഈ കൂഫയിലേക്ക് എത്തുന്നത്.
ഹസൻ ഷൈബാനിയെ കണ്ട് ഷൈബാനിന്റെ ശിഷ്യനാവണമെന്ന ആഗ്രഹത്തിൽ ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടുപേരിൽ ഒരാൾ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി റഹിമഹുള്ളാഹ്. അദ്ദേഹം ഇമാം ഷാഫിക്ക് കിതാബ് കൊടുത്ത മബ്സൂത്ത് രാത്രി ഇമാം ഷൈബാനിന്റെ വീട്ടിലാണ് ഇമാം ഷാഫിക്ക് താമസിക്കാൻ അവസരം കിട്ടിയത്. അപ്പൊ രാത്രി കിടക്കാൻ പോയപ്പോൾ കിതാബ് കൊടുത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ വേണമെങ്കിൽ തൽക്കാലം വായിച്ചോ. ഒരു നാട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന് യാത്ര ക്ഷീണം നാട് വിട്ടു വന്നതാണ്, ചെറിയ പ്രായമാണ്, സ്വാഭാവിക ടെൻഷനും ഇതൊക്കെ ഉണ്ടാവും. ഉറക്കം വരുന്നവരെ വേണമെങ്കിൽ വായിക്കാം എന്നും പറഞ്ഞ കിതാബ് കൊടുത്ത് അതിരുന്ന് വായിച്ചോ. ഉറക്കം വരുമ്പോൾ കിടന്നോ സ്ഥലം കാണിച്ചു, അവിടെ കിടക്കാൻ സ്ഥലം കൊടുത്തു. മബ്സൂത്ത് എന്ന കിതാബും കൊടുത്തു. ഇമാം ഷാഫി പറയുന്ന കിതാബ് ഞാൻ മറിച്ചു നോക്കുമ്പോൾ എനിക്കത് വല്ലാത്ത ആഗ്രഹം തോന്നി, ഞാൻ വായിച്ചു. പിന്നെ ഉറക്കം വന്നില്ല. ഈ കിതാബ് നേരെ കൊടുത്താലും ഉസ്താദിന് തിരിച്ചു കൊടുക്കണമല്ലോ, കാരണം പ്രിന്റിംഗ് ഒന്നും ഒറ്റ കോപ്പി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കിതാബ് കിട്ടാൻ വഴിയില്ല, തിരിച്ചു കൊടുക്കാൻ കൊടുക്കാതെ പറ്റൂല. അദ്ദേഹം പറഞ്ഞു ഞാൻ സുബ്ഹി വരെ കിതാബ് ഫുള്ളാക്കിയാണ് കംപ്ലീറ്റ് കാണപ്പെടാൻ വിളിച്ചപ്പോഴേക്ക് ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല, ഫുള്ള് ഇഫ്ലാക്കി ഇനി കിതാബ് ആവശ്യം കാണപ്പെടാണ്. പിന്നെ ആ ഉസ്താദിന്റെ ദർസിൽ ഉസ്താദിന് മസല പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, ആ മസല ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു, മബ്സൂത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ കുട്ടി ഇമാം ഷാഫി ഇങ്ങനെയുള്ളത്. അപ്പൊ ഉസ്താദ് അങ്ങനെയല്ലോ, അങ്ങനെ തന്നെ മേലെ എങ്ങനെ താഴെ ഉള്ളത് എന്ന് പറഞ്ഞു. ഉസ്താദ് കിതാബ് നോക്കുമ്പോ ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഉസ്താദിന്റെ വിനയാണത്. അപ്പൊ എനിക്കത് ആദ്യം തന്നപ്പോ ഞാനാണ്ട് ഇഫ്ലാക്കിയതാണ്. അതൊക്കെ അത്ര വലിയ പണ്ഡിതന്മാരായിട്ട് പോലും ദീന് കൈകാര്യം ചെയ്യാത്തവർക്ക് ആശങ്കയുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അകത്തുക. അപ്പൊ ആ ഒരു ഗൗരവം നമ്മളും കാണിക്കുക. പരമാവധി നമ്മൾ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്ര പഠിച്ചാലും അറിവില്ലായ്മ കൂടുതൽ ബോധ്യമാകും എന്നല്ലാതെ നമ്മുടെ അറിവ് മതിയാകുന്നില്ല. നബിതങ്ങളെ പ്രാർത്ഥനയാണ് എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താണ് ചെയ്യാന്നുള്ളത് ആലോചിക്കാൻ പറ്റും. അതുകൊണ്ട് ആ നിലക്ക് പഠിക്കാൻ നമ്മൾ കാണുക. ഈ ഒരു വേദിയെയും അറിവ് നേടാനുള്ള വഴിയായി തർക്കിക്കാനോ ചോദിക്കാനോ ഒന്നുമില്ല. എല്ലായിടത്തും പോയി ചോദിക്കുന്നത് എന്താ പറയണ നോക്കുക, അതൊന്നുമല്ല. നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുക. അറിയുമെങ്കിൽ പറയും, അറിയുമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അത് പിന്നീട് ചോദിച്ചോ പറഞ്ഞോ വായിച്ചോ അടുത്ത ആഴ്ച കിട്ടണമെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ പറഞ്ഞുതരാം. അല്ല നിങ്ങൾ ചോദിക്കുക എല്ലാ സംഗതിയും പറഞ്ഞുതരാൻ ഒന്നുമില്ല. ഉള്ളതനുസരിച്ച് പറയും. അതിവിടെ ഇൻഷാല്ലാ നോട്ട് ചെയ്യാം. അത് പിന്നീട് ആരുടെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ കിതാബിലേക്ക് പോയി വായിച്ചോ ഇതൊക്കെ അടുത്ത ആഴ്ച കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ പറയുകയും ചെയ്യാം. അല്ലാഹു അവന്റെ ദീനെ ശരിയാവണ്ണം കൈകാര്യം ചെയ്യാനും അതുപ്രകാരം ജീവിതം ക്രമീകരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചോദ്യങ്ങളിൽ കടക്കാം. അനിവാര്യമായി അറിയേണ്ടത് മാത്രം ചോദിക്കാം. എല്ലാവർക്കും ഉപകാരമുള്ളത്. നമ്മളെന്തെങ്കിലും ചെറിയൊരു മസാലല്ല, നമുക്ക് ഒറ്റ ചോദിക്കാലോ. ഇത്രയും മനുഷ്യന്മാരുടെ എല്ലാവരും സമയം ചിലവാകുമ്പോൾ റമദാനാണ്, പള്ളിയിലാണ്, വെള്ളിയാഴ്ചയാണ്, സമയം വിലപ്പെട്ടതാണ്. എല്ലാവരുടെയും സമയം ചിലവാകുമ്പോൾ തനിക്ക് മാത്രം ഉപകാരമുള്ള ചെറിയ മസാലല്ല ചോദിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പൊതുവായ അറിയേണ്ട സംഗതികൾ ചോദിക്കുക. അധികമൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആർക്കും ചോദിക്കാനില്ല, അത്രയും സന്തോഷമുള്ളൂ. ആ നിലയ്ക്ക് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രാർത്ഥനയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണോ എന്നാണ്. പ്രാർത്ഥനയിൽ 3 രൂപത്തിലുണ്ട്. ഒന്ന് നബിതങ്ങൾ കൈ ഉയർത്താറില്ല എന്ന് പ്രത്യേകമായി സന്ദർഭമുണ്ട്. അവിടെ നമുക്ക് കൈ ഉയർത്താൻ പറ്റൂല. നബി പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടില്ല എന്ന് പ്രത്യേകം പ്രധാനമായി മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നബിതങ്ങൾ കൈ ഉയർത്താറില്ല എന്ന് ഹദീസിൽ പ്രത്യേകമുണ്ട്. അത് നമ്മൾ ഖുതുബയിൽ വായിക്കുമ്പോൾ കൈ പൊന്തിക്കാത്തതുകൊണ്ടാണ്. അത് നബിയെ പ്രത്യേകം ഹദീസിൽ നബി ഞങ്ങൾ മിമ്പറിൽ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തുമായിരുന്നില്ല എന്ന് വന്നു. അപ്പൊ അത് നബിക്കുമില്ല, താഴെ ഇരിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് സുന്നത്തില്ല. എന്നാൽ അതിൽ തന്നെ നബി തങ്ങൾ ചില പ്രത്യേകമായ കൈ ഉയർത്തും. മിമ്പറിൽ വെച്ച് തന്നെ ഇപ്പൊ മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ
നബി തങ്ങൾ കൈ ഉയർത്തിയിട്ടുണ്ട്. നന്നായി കൈയിന്റെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് നബി തങ്ങൾ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനത്തെ സ്പെഷ്യൽ പ്രാർത്ഥനകൾ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് എതിരായോ കൈ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകമായി പ്രകടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് അനുകൂലമായി അവരെ രക്ഷപ്പെടുത്തണേ, അവരെ സഹായിക്കണേ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ തക്കതായി നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ അവിടെ കൈ ഉയർത്തണം. നബിതങ്ങൾ പ്രത്യേകമായി ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉയർത്തലില്ല. നബിതങ്ങൾ ഉയർത്തിയെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്ത് ഉയർത്തൽ സുന്നത്തുമാണ്. ഈ മഴയ്ക്ക് വേണ്ടി അപ്പൊ അവിടെ കൈ ഉയർത്തൽ സുന്നത്താണ്. അതല്ലാത്ത സ്ഥലങ്ങൾ പൊതുവായ പ്രാർത്ഥനകൾ ഉയർത്തിയെന്നോ ഉയർത്തിയില്ലെന്നോ പറയാത്ത സ്വതന്ത്രമായ പൊതുവായ പ്രാർത്ഥനകൾ അതിൽ ദുആയുടെ പൊതു മര്യാദയാണ് കൈ ഉയർത്തുക എന്നത്. പൊതുവായ മര്യാദ പ്രത്യേക സുന്നത്തായി കൊണ്ടല്ല, പൊതുവായ മര്യാദ. അല്ലാഹുവിലേക്ക് ഉയർത്തിയ കൈകളെ വെറും കൈയോടെ മടക്കൽ അല്ലാഹുവിന് ലജ്ജയാകുന്നു എന്ന ഹദീസിലുണ്ട്. അപ്പൊ അവിടെ അല്ലാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ എന്നാണ് പ്രയോഗിച്ചത്. അതുപോലെ ഒരാളെ കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യൻ ധാരാളമായി യാത്ര ചെയ്യുന്നു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പല യാത്ര ചെയ്യുന്ന ഒരാള്, അങ്ങനെ പൊടി പിടിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരാൾ, പക്ഷേ ഭക്ഷണമൊക്കെ ഹറാമായ ഭക്ഷണമാണ്, വസ്ത്രമൊക്കെ ഹറാമായ വസ്ത്രമാണ്, അയാളെ എല്ലാം ഹറാമായ സംഗതിയാണ്, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. അവനെങ്ങനെ ആകാശത്തെ കൈ ഉയർത്തി യാ റബ്ബി എന്ന് പറയും. എങ്ങനെ ഉത്തരം കിട്ടാൻ? ഹറാമ് തിന്ന് ഹറാമ് കുടിച്ച് ഹറാം ഉടുത്ത് ഹറാമിൽ കുളിച്ച് അവൻ പിന്നെ ആകാശത്തെ കയ്യിൽ നീട്ടി യാ റബ്ബി എന്ന് പറഞ്ഞാൽ ഓൻ എങ്ങനെയാണ് ഉത്തരം കിട്ടുക? അപ്പൊ അവിടെയും കൈ ഉയർത്തുക എന്ന പ്രയോഗം ആ ഹദീസിലും വന്നു. അപ്പൊ അങ്ങനെ പൊതുവായ ദുആകളൊക്കെ പ്രാർത്ഥിക്കാം. ദുആയുടെ പൊതുവായ മര്യാദയാണ്. നിസ്കാരശേഷം പ്രാർത്ഥിക്കുമ്പോൾ നബി തങ്ങൾ കൈ ഉയർത്തി എന്ന് പ്രത്യേകിച്ച് എവിടെയും വന്നിട്ടില്ല. ശേഷം ദിക്റുകൾ ദുആകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി കൈ ഉയർത്തി എന്ന് പ്രത്യേകം എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകമായ സുന്നത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല. നിസ്കാര ശേഷം കൈ ഉയർത്താൻ സുന്നത്താണോ ചോദിച്ചാൽ അവർ സുന്നത്തില്ല. പ്രത്യേകിച്ച് നബിയുടെ മാതൃകയിൽ എവിടെയും അങ്ങനെ ദുആ ചെയ്തു എന്ന് കാണുന്നു. എന്നാൽ കൈ ഉയർത്തി പ്രത്യേകം പറഞ്ഞിട്ട് നബിയുടെ ഓരോന്നും പ്രത്യേകമായ സ്വഹാബിമാർ നോട്ട് ചെയ്യുകയും എല്ലാം ശേഷക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ രേഖപ്പെടുത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നബിയുടെ ഓരോ കാര്യങ്ങളും നബി എല്ലാ ദുആയും നമുക്ക് കിട്ടില്ലോ. എങ്ങനെ കിട്ടിയത്? സ്വഹാബികളും പഠിപ്പിച്ചെടുത്തോണ്ട് നബിയുടെ ഓരോ ചെയ്തിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഫർള് നിസ്കാര ശേഷം നബി തങ്ങൾ കൈ ഉയർത്തിയ പ്രത്യേകം വരാത്തത് കൊണ്ട് അവിടെ കൈ ഉയർത്തി പ്രത്യേകമായി സുന്നത്തില്ല. സുന്നത്താണ് എന്ന് വിചാരിക്കുമ്പോൾ അത് വിദേഹത്തിലേക്ക് പോവുകയും ചെയ്യും. സുന്നത്താണ് വിചാരിക്കാൻ പറ്റില്ലല്ലോ. പൊതുവായ ദുആകളിൽ നമുക്കതിന് മര്യാദയിൽപ്പെട്ടതാണ് കൈ ഉയർത്തുക എന്നത്, ഉളൂ ഉണ്ടാവുക എന്നത്, നന്മകൾ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നത്, അതൊക്കെ മര്യാദയാണ്. ഹംദും സ്വലാത്തും ഉണ്ടാവും, അതൊക്കെ ഒരു ഭാഗമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ പ്രാർത്ഥിക്കുക, ഖിബ്ലയ്ക്ക് മുന്നിടുക തുടങ്ങിയതൊക്കെ പൊതുവായി ദുആയിൽ പഠിപ്പിക്കപ്പെട്ട ആദാബുകളാണ്. ആ ആദാബുകളൊക്കെ ഒരാൾക്ക് പാലിക്കാൻ കഴിയുന്നിടത്തോളം പാലിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. സുന്നത്ത് എന്ന നിലക്കാണെങ്കിൽ ഫർദ് ശേഷം കൈവത്തി പ്രാർത്ഥിക്കുമ്പോൾ സുന്നത്ത് നിലക്കാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസിലേക്ക് വിദഅത്തായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വശം കൊടുക്കാം. അതൊന്നുമില്ല, ഒരാൾ സ്വന്തമായി ദുആ ചെയ്യുന്നതേ ഉള്ളൂവെങ്കിൽ അത് പാടില്ല, ആവശ്യം നമുക്ക് ഇല്ലതാണ്. നമസ്കാര ശേഷമുള്ള ദുആക്ക് പ്രത്യേകമായി ഉത്തരമുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ്? ആ ദുആ എന്നാണ്. നബി തങ്ങൾ പല ഹദീസിൽ കാണാം രണ്ട് ദുആകൾ പ്രത്യേകമായി ഉത്തരമുണ്ട്. നബി ചോദിച്ചു അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും അധികം ഉത്തരം ലഭിക്കുന്ന ദുആ ഏതാണ്? അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയത്തുള്ള പ്രാർത്ഥന, അതിന് പ്രത്യേകമായി ഉത്തരമുണ്ട്. വദുബുറ സ്വലവാത്തിൽ മക്തൂബാത്ത്, ഫർള് നമസ്കാരങ്ങളുടെ ദുബറിലുള്ള പ്രാർത്ഥന. ദുബർ എന്ന വാക്ക് രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കാം. ഒന്ന് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ സംഗതിയുടെ അവസാന ഭാഗം, അത് ദുബർ എന്ന് പറയും.
നമ്മുടെ പിൻഭാഗത്തിന് ദുബുർ എന്ന് പറയാം. ഒരാളുടെ പിൻഭാഗം അത് ദുബുർ എന്നാ പറയാം. അപ്പൊ ഏതിന്റെയും അവസാന ഭാഗം അതിന് ഏറ്റവും ലാസ്റ്റ് പാർട്ട് അതിന് ദുബുർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് തൊട്ട് പിറകിൽ ചെയ്യുന്നതിനും ദുബുർ എന്ന് പറയാം. അപ്പൊ ഒന്നിന് തൊട്ട് ബാക്കിൽ ഒന്നിനെ പോവാണ്. ഇത് ഈ കയ്യിന്റെ ദുബുറിലാണ് എന്ന് പറയാം. നേരെ തൊട്ട് പിറകിൽ പോവുകയാണെങ്കിൽ അത് ദുബുർ എന്ന വാക്ക് ഉപയോഗിക്കാം അറബിയിൽ. അപ്പൊ ഇവിടെ ഹദീസ് പ്രയോഗം നമസ്കാരത്തിന്റെ ദുബറുകളിൽ ഫർളായ നമസ്കാരങ്ങളുടെ ദുബറിലുള്ള പിറകിലുള്ള പ്രാർത്ഥന. അർത്ഥം പിറകിലുള്ള ശേഷമുള്ള എന്നല്ല. നമ്മൾ സാധാരണ വെക്കുമ്പോ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന വെക്കും. കുറച്ചുകൂടി സൂക്ഷ്മമായ പ്രയോഗം നമസ്കാരങ്ങളുടെ പിറകെയുള്ള പ്രാർത്ഥന. പിറകെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടർത്ഥം പ്രകാരവും അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്ന് അത്തഹിയ്യാത്തിന്റെ പ്രാർത്ഥന, അതാണ് നിസ്കാരത്തിന്റെ ലാസ്റ്റ് പാർട്ട്. നിസ്കാരത്തിൽ ദുബുർ എന്ന് പറയുമ്പോൾ അതിന്റെ അവസാന ഭാഗം അത്തഹിയ്യാത്ത്. അപ്പൊ അവിടെ തഹിയ്യാത്തും തശഹുദും സ്വലാത്തും നിർവഹിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ ഇഷ്ടമുള്ളതിനെ പ്രാർത്ഥിച്ചുകൊള്ളുക. അത്തഹിയ്യാത്ത് ചൊല്ലി ചൊല്ലി സ്വലാത്ത് കഴിഞ്ഞു. ഈ ഇഷ്ടമുള്ളതിനെ പ്രാർത്ഥിച്ചുകൊള്ളുക, ഉത്തരം ലഭിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ദുആ വർദ്ധിപ്പിക്കാം. ഏത് പ്രാർത്ഥനയും വർദ്ധിപ്പിക്കാം. അബൂബക്കർ സിദ്ദീഖ് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയോട് ദുആ ആവശ്യപ്പെട്ടു. നബിയോട് പ്രത്യേക ദുആ ചോദിച്ചു വാങ്ങി. നബി ഞങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കബീറൻ ഔ കസീറൻ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക എന്ന പ്രാർത്ഥന നബി ഞങ്ങൾ പഠിപ്പിച്ചു. അത് അദ്ദേഹം അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. 4 കാര്യത്തിൽ കാവൽ തേടാൻ പറഞ്ഞു. മഹ്യാ വൽ മമാത്ത്, മസീഹുദ് ദജ്ജാൽ, അദാബുൽ ഖബർ, അദാബുൻ നാർ. ഈ 4 കാര്യത്തിൽ അത്തഹിയ്യാത്തിൽ നബി ഞങ്ങൾ പ്രത്യേകമായി കാവൽ തേടിയത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദുബുർ സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം അതാണ്. അത്തഹിയ്യാത്തിലുള്ള പ്രാർത്ഥന, സ്വലാത്ത് കഴിഞ്ഞാൽ, തശഹുദ് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ഏതും പ്രാർത്ഥിക്കാം. മറ്റൊന്ന് ശേഷമുള്ള പ്രാർത്ഥന. അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടി തൊട്ട് ശേഷമുള്ളതിനും ദുബുർ എന്ന് പറയാം. അവിടെ അധികവും നബികൾ പഠിപ്പിച്ച ദിക്റുകളാണ്. നമസ്കാര ശേഷം ശരിക്ക് ദിക്റുകളാണ്. പറയാം. ആ നിലയ്ക്ക് നമുക്ക് അവിടെ ദുആ വർദ്ധിപ്പിക്കാം. അത് രണ്ടും ഈ ഹദീസിന്റെ ഉദ്ദേശത്തിൽ ഉൾപ്പെടുന്നു. ഹദീസിൽ വന്ന പദപ്രയോഗം ദുബുറ സ്വലവാത്ത് മക്തൂബാത്ത് എന്ന പദപ്രയോഗമാണ്. ഫർള് നമസ്കാരങ്ങളുടെ പിറകിലുള്ള ദുആകൾ എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാവുന്നത്. ഈ രണ്ട് ഉദ്ദേശത്തിലുമാകാം. ഏറ്റവും കൂടുതൽ വരാവുന്നത് ഒന്ന് അത്തഹിയ്യാത്ത് പ്രാർത്ഥനയാണ്. ശേഷമുള്ളതും ഈ ഗണത്തിൽ ഉൾപ്പെടും. അല്ലാഹു അഅലം. നിർദ്ദേശമാണ്, ചോദ്യമല്ല. ഖുത്ബക്കിടയിൽ സംസാരിക്കുന്നതിന്റെ ഗൗരവം ആർക്കും മനസ്സിലാക്കിയിട്ടില്ല. അത്യാവശ്യം അത് എത്രത്തോളം ആവാം. ഖുത്ബ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഫർളായ ഉത്ബോധനമാണ്. മറ്റു പ്രസംഗങ്ങളെ പോലെയല്ല. മറ്റു പ്രസംഗത്തൊന്നും ഇല്ലാത്ത ഒരുപാട് നിബന്ധന ഖുത്ബക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഖുത്ബ ശ്രദ്ധിക്കാതാണ് പ്രധാനം. ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് ഖുർആനിൽ പറഞ്ഞ ദിക്ർ ഉത്ബോധനമാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ജുമുഅ ദിവസം വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോവണം. എന്താണ് അവിടെ പറയുന്നത്? ദിക്ർ. ആ ദിക്ർ മൗഇദത്തുൽ ഇമാം എന്നാണ് തഫ്സീറിൽ കാണുക. ഇമാമിന്റെ ഉപദേശമാണ് അവിടെ പറഞ്ഞ ഇലാ ദിക്രില്ലാ. ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞത് ഇമാമിന്റെ ഉപദേശമാണ്. മൗഇദത്ത് അതാണ് ദിക്ർ. അപ്പോൾ അത് ഫർളായ ദിക്റാണ്. സാധാരണ ദിക്ർ പോലെയല്ല. ദിക്റുൽ മഫ്റൂദുൽ എന്നാണ് ഫിഖ് കിതാബിലേക്ക് കാണുക. ഫർളാക്കപ്പെട്ട ദിക്റാണ്. എടാ സോറി മറ്റേ മറന്നു പോകുന്ന സദഖയാണല്ലോ. നേരത്തെ പറഞ്ഞ തമിഴ്നാട് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഇങ്ങോട്ട് ഇട്ടുപോയാൽ നല്ലതാണ്. അപ്പൊ ഫർളായ ദിക്റാണ് അത് ശ്രദ്ധിക്കുന്നതാണ് പ്രധാനം. ഹദീസ് കാണാം, വെള്ളിയാഴ്ച ദിവസമായാൽ മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിൽ വന്നിരിക്കും.
ആദ്യം വരുന്നവരെ ആദ്യം അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഖതീബ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഏടുകൾ പൂട്ടിവെച്ച് ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഏറ്റവും അവസാനം വരേണ്ട ഖതീബാണ് ഹദീസ് പ്രകാരം. ഖതീബ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ്. ഖതീബിന് തഹിയ്യത്ത് പോലും സുന്നത്തില്ല. അല്ലെങ്കിൽ തഹിയ്യത്ത് പോലും സുന്നത്തില്ല വെള്ളിയാഴ്ച ഖതീബിന്. ഖതീബ് അവസാനം ആളുകൾ വന്ന് ഖതീബിനെ കാത്തിരിക്കണമെന്നാണ്. നമ്മളാണ് ടൈമൊക്കെ മറ്റൊന്നുമില്ല. നബിന്റെയും സഹാബിയുടെയും കാര്യങ്ങളെ മിനിറ്റും സെക്കൻഡും ഒക്കെ ഒന്നുമില്ല. സമയമാകുമ്പോൾ ആളുകൾ വരും, പള്ളിയിലേക്കും ഖതീബിനെ കാത്തിരിക്കുന്നു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി ഒരു അധ്യായമുണ്ട്, ബാബു ഇത്തിലാലിൻ നാസി അൽ ഇമാമ, ജനങ്ങൾ ഇമാമിനെ കാത്തിരിക്കണമെന്ന അധ്യായം. പല പള്ളിക്കും തിരിച്ചാണ്. ഖതീബ് ആദ്യം ജനങ്ങളെ കാത്തിരിക്കലാണ്, വേണ്ട തിരിച്ചാണ്. ഇന്നലെ ഇമാമ നേരെ മിമ്പറിൽ വരികയാണ്. നബിയുടെയൊക്കെ ശൈലിയാണ്. സ്വഹാബി നേരെ മിമ്പറിലേക്ക് വരും. മിമ്പറിൽ കയറുമ്പോഴാണ് ആളുകൾ ഖതീബിനെ കാണുക. ഇമാമ് മിമ്പറിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് ശരിക്ക് കിതാബിൽ ഉപയോഗിച്ച പദപ്രയോഗം. ഗൾഫിലൊക്കെ പോയ ഖതീബ് ഇങ്ങനെ വരൂല. ഖതീബിന് റൂമുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വഴി ഉണ്ടാവും. നേരെ കയറി വന്ന് സലാം പറയുമ്പോഴാണ് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഖതീബിന്റെ റോള്. ആ ഖതീബ് വന്നു കഴിഞ്ഞാൽ മലക്കുകൾ ഏടുകൾ കൂട്ടിവെച്ച് ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. മലക്കുകൾ ഖുത്ബ കേട്ടുകാണ്ട് പാലിക്കാറില്ലല്ലോ. പക്ഷെ ഇതൊരു ഇബാദത്താണ്. ഖുത്ബ എന്നത് ഒരു ഇബാദത്താണ്. അത് കേവലം ഒരു ഉപദേശമല്ല. സാധാരണ സദസ്സിലോ ഒരു ക്ലാസ്സിലെ സദസ്സിലോ ഇരുന്നാൽ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കേണ്ടതും മറ്റതുമല്ല. അവിടെ പൂർണ്ണമായും ശ്രദ്ധിക്കാതാണ്. അത് ജുമയുടെ പൂർണ്ണതയെ ബാധിക്കും. ഖുത്ബയിൽ നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ അത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. അവിടെ പള്ളി വന്നാൽ നമ്മൾ ചെയ്യാൻ ഒന്ന് നേരത്തെ എത്തുക. പരമാവധി നേരത്തെ വരിക. രാവിലെ വന്നാൽ കിട്ടും. ചുരുങ്ങിയ പക്ഷം ഖതീബ് വരുന്നതിന് മുമ്പെങ്കിലും. ഇന്നിപ്പോ നമുക്ക് സുഖമാണ്, സമയം അറിയാം. എത്രയൊക്കെ ജുമ തുടങ്ങിയാൽ നമുക്കറിയാം. എപ്പോഴാ ഖുത്ബ ആരംഭിക്കാന്ന് അറിയാതെ വന്ന് കാത്തുകൾ അവസരമില്ലല്ലോ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഖതീബ് വരുന്നതിന് മുമ്പെങ്കിലും വരിക എന്നത് പ്രധാനമാണ്. ഇമാമ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഖുത്ബ നടത്തുന്നതാണ് ശരിയായ ശൈലി. ആ ഖുത്ബ ശ്രദ്ധിക്കും. അത് കേവലം ഒരു നമുക്കൊരു ഉത്ബോധനം എന്നതിനപ്പുറത്ത് ഫർളായ ഒരു ഇബാദത്താണ്. ഫർളായ ഒരു ഇബാദത്താണ്. ഫർളായ ദിക്റാണ് ഈ ദിക്ർ. ആ ഒരു ഗൗരവത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാമിനെ ഖതീബിനെ ശ്രദ്ധിക്കാതാണ്. ശ്രദ്ധിക്കാതാണ് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ അനിവാര്യമായി ഒന്നും മിണ്ടാൻ പാടില്ല എന്നല്ല. ഖുത്ബയുടെ ഭാഗമായി സംസാരിക്കാം. ഖതീബിനോട് വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. അല്ലാത്ത നാട്ടുവർത്തമാനങ്ങൾ, ദുനിയവിയായ കാര്യങ്ങൾ പള്ളിയിൽ ഏതായാലും പാടില്ല. ഖുത്ബയുടെ സമയത്ത് പ്രത്യേകിച്ചും പാടില്ല. പള്ളി തന്നെ പാടില്ല. സംസാരം പാടില്ല. അവസാന കാലത്ത് ആളുകൾ വരും. അവര് പള്ളിയിൽ വട്ടം കൂടിയിരിക്കും. അവരെ ഇമാമ് ദുനിയാവാകുന്നു. ഇമാം തബറാനി റിപ്പോർട്ടാണ്. അവരെ ഇമാമ് ദുനിയാവാകുന്നു. അങ്ങനത്തെ ടീമിനെ കണ്ടാൽ അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല എന്നാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ ഉമർ ഖത്താബ് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങേ ഭാഗത്ത് വേറൊരു സ്വഹാബി ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ പള്ളിക്ക് രണ്ടാള് ഭയങ്കര ശബ്ദത്തിൽ വർത്തമാനം അല്ലാത്തപ്പോ ഈ സ്വഹാബി പറയാണ്, എന്നെങ്ങനെ ചെറിയ കല്ലുകൊണ്ട് ഇങ്ങനെ ഉമർ ഖത്താബ് ഇങ്ങനെ എറിഞ്ഞു. മണലാണ് പള്ളി. അവിടെ ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്. അപ്പൊ ആരപ്പോ കല്ല് വരുന്ന നോക്കുമ്പോ ഉമർ ഖത്താബ് അവിടെ ചെന്നു. എന്ത് അവിടെ രണ്ടാൾ ഭയങ്കര വരാൻ പറയാം. ഉമർ ഖത്താബ് ഖലീഫയാണെന്ന്. ഈ രണ്ടാളെ വന്നു. ഉമർ ഖത്താബ് ഏത് നാട്ടുകാരെ? മദീനക്കാരാണെങ്കിൽ ഉമർ ഖത്താബിന് പരിചയമുണ്ടാവും. അപ്പൊ ആ നാട്ടിൽ കണ്ടു പരിചയമുള്ളതല്ല, ഏതോ അന്യ നാട്ടിൽ വന്നോലാണ്. ഏത് നാട്ടുകാരാണ്? ഞങ്ങൾ ത്വായിഫുകാരാണ്. ഉമർ ഖത്താബ് ഈ നാട്ടുകാരായിട്ടെങ്കിൽ വിവരം അറിയുമായിരുന്നു. ഒരു അന്യ നാട്ടുകാരായതുകൊണ്ട് ആ ഒരു പരിഗണന ഞങ്ങൾ നിങ്ങൾ ഈ നാട്ടുകാരായിട്ടെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുമായിരുന്നു.
തർഫഅന അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിക്ക് വന്നിട്ടാണോ ഈ കോലത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒരു അന്യ നാട്ടിലായതുകൊണ്ട് ആ ഒരു പരിഗണനയിൽ ഞാനിങ്ങൾ തർക്കമൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവിടെ നൽകുന്ന താക്കീത് എന്ന് കാണാൻ കഴിയും. പള്ളിയിൽ പൊതുവെ നമ്മൾ ദുന്യവിയായ സംസാരം ഏതായാലും പറ്റൂല. കച്ചവടങ്ങളും ഇടപാടുകളും അതൊന്നും പള്ളിക്ക് പറ്റൂല. പള്ളി കച്ചവടം ചെയ്ത് കണ്ടാൽ അവനെതിരെ നിന്റെ കച്ചവടത്തിൽ ലാഭം തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കളഞ്ഞു പോയ പള്ളി വന്നിട്ട് സാധനം പോയി കിട്ടിക്കണോന്ന് പഠിച്ചോ നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് തോന്നിക്കണം. അത്ര ഗൗരവമാണ് പള്ളി. അപ്പൊ പള്ളി അതിനുള്ളതല്ല. പള്ളി കച്ചവടം ചെയ്യാനുള്ളതും ദുന്യാവിന്റെ കാര്യത്തിലൊന്നുമല്ല പള്ളി. ദുന്യവ്യായ സംസാരങ്ങൾ പള്ളിക്ക് പാടില്ലതാനും. ദീനിയായ സംസാരങ്ങൾ, നല്ല ഉപദേശങ്ങൾ, അതൊക്കെയാണ് പള്ളിയുടെ ഇടം. അല്ലാത്തിനൊന്നും പള്ളി പറ്റൂല. ഹലാലായ ഭക്ഷണം കഴിക്കാൻ പള്ളി ഉപയോഗിച്ചതുണ്ട്. പള്ളിക്ക് ഭക്ഷണം കഴിച്ചത് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പള്ളി വെച്ചു. പക്ഷെ അവിടെയും മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഏതാണെങ്കിലും പള്ളിക്ക് പൊതുവെ ഉണ്ട്. വെള്ളിയാഴ്ച കൂടും. ഖുതുബയുടെ സമയത്ത് വീണ്ടും അത് വർദ്ധിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ന്യായമായ സംസാരങ്ങൾ അനുവാദമുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോഴാണ് സുലൈഖ് അൽ ഖുത്ഫാനി എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം പള്ളിയിൽ കയറി വരുന്നത്. നബി ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കയറി വന്നു. അദ്ദേഹം ഇരുന്നു. അപ്പൊ നബി തങ്ങൾ ഖുതുബ നിർത്തി ചോദിച്ചു, മനുഷ്യങ്ങള് ചോദിച്ചു, പള്ളിക്ക് തഹിയ്യത്തുണ്ടല്ലോ, തഹിയ്യത്ത് സ്വീകരിച്ചോ? ഖുതുബ നിർത്തി നബി ചോദിക്കുകയാണ്. അപ്പൊ ഇല്ല. ശ്രദ്ധിക്കണം. അവിടെ ഏറ്റവും ചുരുക്കി നീ നിസ്കരിച്ചോ എന്ന് നബി തങ്ങൾ ഉപദേശം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സംഭവങ്ങളാണ്. ഉമർ ഖത്താബ് ഖുതുബ നിർവഹിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ കയറി വരുന്നു. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഈ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. ഉമർ ഖത്താബ് ഖുതുബ നിർവഹിക്കുന്നു. ഉസ്മാൻ അഫ്ഫാൻ കയറി വരുന്നു. അപ്പൊ ഉമർ ഖത്താബ് ചോദിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ കയറി വരുമ്പോ അയ്യത്തു സഅത്ത് ഹാദിഹി, ഏത് നേരത്തെ ഇവിടെ ഖുതുബ തുടങ്ങി, ഇപ്പോഴാണോ ജുമുഅക്ക് വരുന്നത് എന്ന് ഖതീബ് മെമ്പർ വന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും കിബിറില്ലാത്തോണ്ട് ചോദിച്ചാൽ പിന്നെ അയാൾ ഇവിടെ പള്ളി വളർത്തുന്നുണ്ട്. അപ്പൊ ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, ഞാന് മാർക്കറ്റിലായിരുന്നു. അന്നത്തെ വാച്ചൊന്നും സമയം അറിയാനൊന്നും സംവിധാനമില്ല. അപ്പൊ അവിടെ മാർക്കറ്റിൽ ഇടപെട്ട് ബാങ്ക് കേട്ടത്. ബാങ്ക് കേട്ടപ്പോൾ നേരായോ. അപ്പൊ ഞാൻ പിന്നെ ഒന്നര സമയം കണ്ടിട്ട് വേഗം ഞാൻ പോന്നതാണ്. പിന്നെ സമയം കളഞ്ഞിട്ടില്ല. കുളിച്ചിട്ട് ജയിച്ചു. നിങ്ങൾക്കറിയില്ലേ നബി തങ്ങൾ പറഞ്ഞത്, മൻ അത്തൽ ജുമുഅതു ഫൽയഗ്തസിൽ, ജുമുഅക്ക് വന്നവർ കുളിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ കുളിക്കാതെയാണോ ജുമുഅക്ക് വന്നത്? ഇത് നടന്ന സംസാരമാണ്. ഖതീബ് ചോദിക്കുന്നു, അവിടെ ഇങ്ങോട്ട് പറയുന്നു. നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ അവിടെ ചോദിക്കുന്നു, നബിയെ മഴയില്ല, നബിയെ പ്രാർത്ഥിക്കണം. നബി മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഹലക്കത്തുൽ അംവാൽ, നബിയെ സ്വത്തൊക്കെ നശിച്ചു, ആകെ ബുദ്ധിമുട്ടാണ്, കൃഷിയൊക്കെ തകർന്നു, മഴയില്ല നബിയെ എന്ന് അവിടെ പറയാണ്. അവൻ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ മഴ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ പെയ്തു മാത്രമല്ല, ഒരാഴ്ച ഒന്നാകെ ശക്തമായ മഴ. അടുത്ത വെള്ളിയാഴ്ച ഒരാൾ നബിയെ മഴ കൊണ്ട് കുടുങ്ങി, ആകെ വെള്ളത്തിലായി, നബിയെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഇനി ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങളുടെ പ്രദേശത്തേക്ക് മഴ നൽകണേ, നീ കുന്നുകളിൽ മലകളിൽ മഴ നൽകണേ എന്നർത്ഥമുള്ള പ്രാർത്ഥന ഞങ്ങൾ നിർവഹിച്ചു. അപ്പൊ അത് നബിയോട് ഖതീബിനോട് അങ്ങോട്ട് സംസാരിച്ചതാണ്. അപ്പൊ അത്തരം സംസാരങ്ങൾ പറ്റുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ന്യായമായ ദീനിയായ ചില സംസാരങ്ങൾ അനിവാര്യമെങ്കിൽ വിരോധമില്ല എന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അതല്ലാത്ത ദുന്യവിയായ സംസാരങ്ങളൊക്കെ നമ്മുടെ ജുമുഅയുടെ പൂർണ്ണതയെ ബാധിക്കുന്ന
കാര്യമാണ്. നാം അത് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലക്കുകൾ പോലും ഏൽപ്പിച്ച പണിയാണ് വരുന്ന ആളുകളെ രേഖപ്പെടുത്തുന്നത്. അതുപോലും ഖുത്ബ തുടങ്ങണവരെ ഉള്ളൂ. അല്ല മലക്കളെ പള്ളിക്ക് പറയുന്നതിനാണ് ജുമയ്ക്ക് വരാൻ ചെയ്യാനാ. ആ പണി പോലും നിർത്തിവെക്കുന്നു. ഇമാമാണ് കയറി അസ്സലാമു അലൈക്കും സലാം ചൊല്ലി കഴിഞ്ഞാൽ മലക്കുകൾ പോലും ആ ദൗത്യം നിർത്തിവെച്ചു. പിന്നെ ഏടുകൾ കൂട്ടി ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടി അവരവിടെ കയറിയിരിക്കുന്ന അത്ര ഗൗരവമുള്ളതാണ് ഖുത്ബയുടെ കാര്യം. അർത്ഥം ആ നിലയ്ക്ക് നമ്മളൊക്കെ അത് കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ചോദ്യമുള്ളത്, രോഗം കാരണം നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് നിത്യ രോഗിയും വൻ സംഖ്യ മരുന്നിന് ആവശ്യവുമാകയാൽ വരുമാനമില്ലാത്ത സമ്പത്തോ ഇല്ലാത്ത സാഹചര്യത്തിൽ നോമ്പിന് ഫിദിയ കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഫിദിയ കൊടുക്കുക അതിന് ചില വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗിയാവുക എന്നത് എല്ലാ രോഗത്തിനും ഫിദിയ ആവശ്യമില്ല. രോഗിയായാൽ ചെയ്യേണ്ടത് പിന്നീട് നോറ്റുവിട്ടതാണ്. രോഗിയാണെങ്കിൽ മറ്റു ദിവസം നിങ്ങൾ ആ എണ്ണം തികക്കണം. അപ്പൊ രോഗികൾക്കുള്ളത് റമദാനിൽ നോക്കേണ്ടതില്ല, പിന്നീട് അവർ നോറ്റുകൂട്ടിയാൽ മതി. എന്നിട്ട് കഴിയാത്ത രോഗികൾ, ഒന്നുകിൽ മാറുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗി, അങ്ങേറ്റം പ്രായമായ ആളുകൾ, അതൊക്കെ ഉണ്ടാവാം. ഇനി മാറുന്ന പ്രതീക്ഷയില്ല. ഇനി ഓരോ ദിവസം ഓരോട്ട് പോകും തോറും രോഗം കൂടി വന്നല്ലാതെ സാധാരണഗതിയിൽ മാറുന്ന രോഗമല്ല. ഒരു ക്യാൻസറാണ്, കിഡ്നി ഫെയിലിയർ ആയതാണ്, അതിപ്പോ ഇനി മാറി വരുന്ന പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ അത്ര പ്രായമായി ഈ ആരോഗ്യം കിട്ടുന്ന പ്രതീക്ഷയില്ല. അവർക്കാണ് ഫിദിയ കൊടുക്കാൻ പറഞ്ഞത്. ഫിദിയ കൊടുക്കേണ്ടത് മിസ്കീനായ ആളുകൾക്കാണ്. ഇനി അവൻ തന്നെ മിസ്കീനാണ്, കൊടുക്കാൻ കഴിയില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇളവുണ്ട്. കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഒരാൾ ഞാനാകെ നശിച്ചു പോയി. അപ്പൊ എന്താ വെച്ചപ്പോ റമദാൻ മാസം നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു. റമദാന്റെ പകലിൽ ഭാര്യബന്ധങ്ങൾ പാടില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഒരു അടിമയെ മോചിപ്പിക്കണം, അതാണ് അതിനുള്ള പ്രായശ്ചിത്തം. അപ്പൊ നബി എൻ്റെ അടുത്ത് ഞാനൊരു വളരെ മിസ്കീനാണെടുത്ത് ഒരു അടിമ മോചിപ്പിക്കാതെ കഴിയില്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു 2 മാസം തുടർച്ചയായിട്ട് നോമ്പ്, അതാണ് അതിനുള്ള പ്രായശ്ചിത്തം. 2 മാസം തുടർച്ചയായി, ഒരു ദിവസം പോലും വിട്ടുപോകാതെ തുടർച്ചയായി നോമ്പെടുക്കണം. അപ്പൊ നബി കഴിയില്ല, ഒന്നതിനുള്ള ശേഷി ആരോഗ്യം 2 മാസം നോമ്പെടുക്കാൻ കൊണ്ട് കഴിയില്ല, അതിനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലല്ല ഞാനുള്ളത്. അപ്പൊ നബി തങ്ങൾ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം ഒന്നും കൊടുക്കാനില്ല. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടേ? എന്നിട്ട് ഒന്നുമില്ല നബിയെ. പിന്നെ ഒന്നും പറയാൻ ജാഗ്രതയേ ഉള്ളൂ. പ്രായശ്ചിത്തത്തിന് 3 ആദ്യം ചെയ്ത അടിമയെ മോചിപ്പിക്കുക. കഴിയില്ലെങ്കിൽ 2 മാസം, ഏതെങ്കിലും ഒന്നുകളല്ല, ഏതെങ്കിലും ഒന്ന് ചെയ്യാന്നല്ല, കഴിയില്ലെങ്കിൽ മാത്രം 2 മാസം. നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ അടിമയെ മോചിപ്പിക്കാതെ കഴിയില്ല. അപ്പൊ പിന്നുള്ളത് 2 മാസം നോമ്പെടുക്കാതാണ്. കഴിയില്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് കഴിയുമെങ്കിലോ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ കഴിയില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നബിക്ക് കൊടുക്കാനില്ല. അങ്ങനെ പിന്നീട് നബി ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടി. അപ്പൊ നബി ഇയാളെ വിളിച്ചു പറഞ്ഞ ജലങ്ങൾ ചോദിച്ചത് ഇത് കൊണ്ടേക്കോ. ഇത് കൊണ്ടുപോയിട്ട് മിസ്കീന്മാർക്ക് കണ്ട് സ്വതക്ക ചെയ്താണ്. അപ്പൊ അല്ലാഹു റസൂലേ, എന്നെക്കാളും പാവപ്പെട്ട മനുഷ്യന്മാർക്കാണോ കൊടുക്കേണ്ടത് ചോദിച്ചു. അതെ, നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുണ്ടാവും, പോയി കൊടുത്തു. അപ്പൊ അല്ലാഹു റസൂലേ, പഠിച്ചവനാണ് സത്യം, ഈ മദീനയുടെ 2 അതിർത്തികൾക്കിടയിൽ എന്നെക്കാളും ഫഖീറായ ഒരു മനുഷ്യൻ വേറെയില്ല. ഞാനാണ് എന്നെക്കാളും ഫഖീർ. അപ്പൊ ഞാൻ എവിടെ കൊടുത്തു? അപ്പൊ നബി പെരി കൊണ്ടിരുന്നോ മക്കൾ നാളെ എന്ന് പറഞ്ഞയച്ചു. അയാൾക്ക് വേറെ വഴിയില്ല. ഒന്നയാൾ നേരത്തെ സെലക്ട് ചെയ്യാനില്ല.
ഇപ്പൊ സ്വതക്ക ചെയ്ത് പൊതുഫണ്ട് കിട്ടിയപ്പോ അയാളെ സഹായിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരാൾക്ക് ഒരു ഫിദിയ ചെയ്യേണ്ടി വന്നു, അഴിച്ചു കൊടുക്കാനില്ല. അപ്പൊ നമുക്ക് അയാളെ സഹായിക്കാം. അയാളെ സഹായിച്ചു. നോമ്പ് നോറ്റ് കൂട്ടാണ്ട് ഫിദിയ കൊടുക്കാൻ കഴിയില്ല, ആയിക്കോട്ടെ കുറച്ച് വാരി നമ്മൾ വാങ്ങിക്കൊടുത്തു. അത് മതി, അയാൾക്ക് സ്വീകരിച്ചിട്ട് അത് നൽകാം. അത് അതിനൊരു പാഠം. ഒരു ഫിദിയായിട്ട് അയാൾക്ക് കഴിയില്ലെങ്കിൽ ഒരാളുടെ പാർട്ടിക്ക് ഫിദിയ കൊടുക്കാനുണ്ട്. ഇന്നത്തിന് വകുപ്പൊന്നുമില്ല. ആയിക്കോട്ടെ, നമ്മള് സകാത്ത് കമ്മിറ്റിയിലോ നമ്മുടെ സാമൂഹ്യക്ഷേമ കമ്മിറ്റിയിലോ പള്ളി കമ്മിറ്റിയിലോ വലിയ വ്യക്തികളൊക്കെ ആയിട്ട് അയാൾക്ക് കുറച്ച് അരിയാണ് വാങ്ങിക്കൊടുത്തു. ഇനി അയാളെക്കാൾ പാവപ്പെട്ടില്ല, അയാൾക്ക് അത്യാവശ്യമുണ്ട്, പരിയപ്പെട്ടയാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. ഈ അരി കിട്ടിയ അയാളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഓക്കെ, എങ്കിൽ ഈ ഹദീസ് പ്രകാരം അയാൾക്കും അയാൾ കുടുംബത്തിലും അത് കഴിക്കാം എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. അപ്പൊ കഴിയാത്ത ഒന്ന് അല്ലാഹു തആല കൃത്യമാക്കിയില്ല. പൊതുവായ ഒരാളെ കഴിവിനപ്പുറം അല്ലാഹു തആല നിർബന്ധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ കഴിയാത്ത സംഗതി അല്ലാഹു പറഞ്ഞിട്ടില്ല. കഴിയുമെങ്കിൽ നിർവഹിക്കുകയും വേണം. നോറ്റ് വീട്ടാൻ കഴിയുന്നവർ നോറ്റ് വീട്ടുക തന്നെയാണ് വേണ്ടത്. ഒരു ഫിദിയ കൊടുത്തിട്ട് കാര്യമില്ല. രോഗം വന്നു, ഒരു തൽക്കാലം വന്ന രോഗമാണ്, ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് ഒഴിവാക്കി റമദാൻ മാസം കഴിഞ്ഞിട്ട് ഷോക്കുകളൊക്കെ മാറിയിട്ട് സാവകാശം എന്ന നിലയ്ക്ക് കാത്തിരുന്നു. ആ രോഗം പോയി മാറിയ പോയി. ഒരു 5-6 മാസം അങ്ങനെ രോഗിയായി കഴിഞ്ഞ് പിന്നെ മരിച്ചു. എങ്കിൽ അവിടെ ഫിദിയും വേണ്ട, തോറ്റുവിട്ടും വേണ്ട. കാരണം അവിടെ തോറ്റുവിട്ടുന്ന സാഹചര്യം എത്തിയിട്ടില്ല. രോഗിയാണെങ്കിൽ പിന്നൊരിക്കൽ നോക്കാണല്ലോ. പിന്നൊരിക്കൽ എന്നത് അയാൾക്കുണ്ടായിട്ടില്ല, എപ്പോഴും രോഗി തന്നെയാണ്. എന്നാൽ രോഗം മാറി നോക്കാവുന്ന അവസ്ഥ ഉണ്ടായി. അയാൾ നോക്കാന്ന് വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, സമയമുണ്ടല്ലോ, മരിച്ചുപോയി. എങ്കിൽ അയാളെ സ്വത്ത് ഫിദിയ നൽകുകയാണ് വേണ്ടത്. ഇതാണ് ഇതുമായി പൊതുവായി നമ്മൾ അറിയേണ്ടത്. ഫിദിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടതില്ല. നോൽക്കാൻ കഴിയുന്ന ആള് ഫിദിയ കൊടുത്തിട്ട് കാര്യമില്ല പറഞ്ഞു. നോൽക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ വന്നപ്പോ അയാൾ പിന്നെ ഫിദിയ കൊടുത്തു. സാധാരണ കഴിയില്ല, ഫിദിയ കൊടുത്തു. എങ്കിൽ അയാളുടെ ബാധ്യത കഴിഞ്ഞു. അയാൾക്കുള്ള ബാധ്യത അതാണ്. ആ ബാധ്യത ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അയാൾക്ക് ചില സാഹചര്യം അനുകൂലമായി വന്നു, അയാൾക്ക് ബാധ്യതയില്ല, നിർവഹിക്കണം. അയാൾ നിർവഹിച്ചു കഴിഞ്ഞു. അയാൾക്ക് വേണ്ടി നോൽക്കാം, നിർബന്ധം പറയാം. ഏതുപോലെ തൈമം ചെയ്തു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ശേഷം വെള്ളം കിട്ടി. അയാൾക്ക് ബാധ്യതയില്ല, കാരണം അയാളെ ബാധ്യത നിർവഹിച്ചു. തൈമം ചെയ്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ളം കിട്ടിയാലോ അപ്പൊ ഒന്നുണ്ടാക്കണം. തൈമം ചെയ്ത് നിസ്കരിക്കാൻ പോവാണ്, മഴയാണ് പെയ്തത്, വെള്ളം കണ്ട തൈമം ബാധ്യതയിലാണ്. നിസ്കാരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ മഴയുന്നത്. അയാൾ ചെയ്ത് കഴിഞ്ഞു. അവിടെ ബാധ്യത. അപ്പൊ എന്ന പോലെ ഓരോരുത്തരും ഏൽപ്പിക്കപ്പെട്ട കടമ എന്താണോ ആ കടമ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അയാൾക്ക് രണ്ടാമതൊരു ബാധ്യത വരുന്നില്ല. നോക്കലും ഫിദിയും ഒരു ഒപ്പം എന്നത് വരുന്നില്ല. ഷാഫി മദ്ഹബിൽ ചില മസ്അലകൾ അങ്ങനെ പറഞ്ഞതുണ്ട്. ഒരു വർഷം കഴിഞ്ഞു, അടുത്ത റമദാനിൽ നമ്മൾ നോറ്റ് വീട്ടിയില്ല എങ്കിൽ ന്യായമായ കാരണത്താലാണ് നോറ്റ് വീട്ടാതിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു, തോൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞില്ല. അങ്ങനെ അടുത്ത റമദാനായി അതിനിടയ്ക്ക് നോക്കാൻ അയാൾക്ക് സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ ന്യായമായ കാരണത്താലാണെങ്കിൽ സാധാരണ വകുപ്പ് പ്രകാരം അയാൾക്ക് പ്രശ്നമില്ല. ഈ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റാൽ മതി. ഉദാഹരണമായി കഴിഞ്ഞ റമദാനിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. അപ്പൊ നോമ്പ് പറ്റിയില്ല. പിന്നെ റമദാൻ കഴിഞ്ഞ 5 മാസം പ്രസവിച്ചു, ചെറിയ കുട്ടിയായി. അടുത്ത റമദാനിലും നോക്കാൻ പറ്റില്ല, കുട്ടിയാണ്. നോക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നോമ്പെടുക്കാനൊന്നും പറ്റില്ല. അടുത്ത റമദാനപ്പോഴേക്ക് വന്നു. അപ്പൊ അവൾക്ക് ന്യായമായ കാരണമുണ്ട്. അവളെ സംബന്ധിച്ചിട്ട് ഈ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റാൽ മതി. ഈ റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാന് മുമ്പായിട്ട് അവൾ നോറ്റാൽ മതി. അങ്ങനെ വരുന്നിടത്ത് ഒരു ഫിദിയ കൂടി കൊടുക്കണമോ വേണ്ടയോ? വൈകിപ്പിച്ചതിന് നോമ്പിന് പകരം നോമ്പ് നോക്കണം. വൈകിപ്പിച്ചതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് ഒരു ഫിദിയ കൊടുക്കണമോ വേണ്ടയോ? ശാഫിഈ മദ്ഹബ് പ്രകാരം അവർ ഫിദിയ കൊടുക്കണമെന്നാണ്. അപ്പൊ ഈ അടുത്ത റമദാൻ വരെ സമയം കിട്ടും. എന്നാൽ വൈകിപ്പിച്ചതിന് മുദ്ദ കൊടുക്കുക. എത്ര കൊല്ലം വൈകിയോ അത്രയും അതിന്റെ എണ്ണം കൂടും. നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ അതാണ് പറയാ.
നാട്ടിൽ ഉസ്താദടക്കം പോയി സംശയം ചോദിച്ചിട്ട് പറയും കൊല്ലം മാറുമ്പോ മുദ്രയുടെ എണ്ണം കൂടുതൽ ഈ തത്വപ്രകാരമാണ്. അത് വൈകിപ്പിച്ചുള്ള നോമ്പിനല്ല, നോമ്പിന് പകരം വേണം വൈകിപ്പിച്ചതിന് മുദ്ര കൊടുക്കുക. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായവും അതേപോലെ സൗദി അറേബ്യയിലെ സഭയൊക്കെ പ്രകാരം അങ്ങനെ ഇല്ല. കാരണം ഇവർക്ക് ന്യായമായ കാരണമുണ്ടല്ലോ, വെറുതെ വൈകിപ്പിച്ച ന്യായമായ കാരണമുണ്ട്. അതുകൊണ്ട് അവർക്ക് സമയം കിട്ടുന്നു, അവർ ഇനി അടുത്ത റമദാന് മുമ്പായി നോറ്റാൽ മതി. ഒരു പക്ഷേ അടുത്ത റമദാന് മുമ്പായിട്ട് അവർക്ക് വീണ്ടും ഗർഭമുണ്ടായി, അപ്പൊ വീണ്ടും നോമ്പ് നോക്കാൻ പറ്റുന്ന അവസ്ഥയിലായി. പിന്നെയും പിന്നെ ചെറിയ കുട്ടി ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ 3, 4, 5 റമദാനുകൾ മേൽക്കുമേൽ അങ്ങനെ വരും. എന്നും ചെറിയ മക്കളും മല കുടിക്കുന്ന കുട്ടികളും കണ്ട് ഒരു കൊല്ലം നോക്കാനോ നോക്കി കഴിയാത്ത അവസ്ഥ വന്നു. ചിലപ്പോൾ 100, 150 നോമ്പൊക്കെ ആവും. ഒരു 4 കൊല്ലം പോയി കഴിഞ്ഞാൽ 120 നോമ്പൊക്കെ 5 കൊല്ലം കൊണ്ടൊക്കെ അവർക്ക് വരും. അങ്ങനെ വരുന്ന അവർ പിന്നെ നോക്കേണ്ടതില്ല. അവർക്ക് പകരം ഫിദിയ നൽകിയാൽ മതി. ഇബ്നു അബ്ബാസ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പ്രയോഗം പ്രയാസപ്പെട്ട് നോക്കാൻ കഴിയുന്നവർ മിസ്കീന് ഭക്ഷണം നൽകിയാൽ മതി എന്നൊരു പ്രയോഗമുണ്ട്. പ്രയാസപ്പെട്ടുകൊണ്ട് നോക്കാൻ കഴിയുന്നവർ, സാധാരണ നോക്കാൻ കഴിയൂല, ഇടങ്ങാറായി ബുദ്ധിമുട്ടി നോക്കാൻ കഴിയും. അങ്ങനെയുള്ളവർ മിസ്കീന്റെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അത് ആദ്യകാലത്ത് ഇറങ്ങിയതാണ്. റമദാൻ നിർബന്ധമാക്കിയപ്പോ അതിന് കൂടെ പറഞ്ഞതായിരുന്നു. റമദാൻ നോമ്പ് നിർബന്ധമാക്കി അക്കൊല്ലം അല്ലാഹ് പറഞ്ഞതാണ് റമദാൻ നോമ്പ് നോക്കണം പറഞ്ഞിട്ട് ഇടങ്ങാറായി നോക്കണമെന്നില്ല, ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അല്ലാഹു തആല പറഞ്ഞത് പറ്റൂല, ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസുംഹു, ഈ മാസത്തിൽ സന്നിഹിതരായവരെല്ലാം ഈ മാസം നോക്കണം. അപ്പൊ ആദ്യകാലത്ത് വലിയ പൈസക്കാരൊക്കെ ഭക്ഷണം കൊടുക്കും. കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇടങ്ങാറായി നോക്കാൻ കഴിയണത് ഭക്ഷണം കൊടുത്താൽ മതി, ഭക്ഷണം കൊടുക്കാം. അപ്പൊ സാധുക്കൾക്ക് തന്നെ ഭക്ഷണം കിട്ടുകയും ചെയ്തു. മറ്റവരെ സംബന്ധിച്ച് ഒരു ഇടങ്ങാറ് അവിടെ ഒഴിവായി കിട്ടുകയും ചെയ്തു എന്നൊരവസ്ഥ ആദ്യം അല്ല കൊടുത്ത ഇളവായിരുന്നു. പിന്നെ പറഞ്ഞു ഇനി അതല്ല, ഈ മാസം ഉള്ളവരൊക്കെ ഇളവുള്ള യാത്രക്കാർക്കും രോഗികൾക്കുമാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു ആ ഇളവ് അവിടുന്ന് ഒഴിവാക്കി. അതിപ്പോ ഇവർക്കാണ്. ഇങ്ങനെയൊക്കെ ഇടങ്ങാറായി നോക്കാൻ പറ്റുന്ന ആളുകൾ, ഇങ്ങനെ ഗർഭിണികളായ ആളുകൾ, മുലകൂട്ടുന്ന സ്ത്രീകൾ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടി ഇടങ്ങാറായി നോക്കാൻ കഴിയുവെച്ചാൽ കഴിയും. പക്ഷെ നോച്ച ഒരുപാട് ഇടങ്ങാറത് കൊണ്ട് വേറെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ആ ഇളവുള്ളത്. അപ്പൊ അവര് അതിന് പകരം ഫിദിയ കൊടുത്തോട്ടെ. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞ ഫത്വകൾ കാണാൻ സാധിക്കുന്നു. ഫിദിയയുടെ അളവ് എന്നുള്ളത് വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വഹാബികളുടെ കാലം മുതലേ ഉണ്ട്. കെട്ടേണ്ട തീരുമാനം പറയാൻ കഴിയില്ല. നമ്മൾ സാധാരണ നമ്മളൊക്കെ പറയുന്ന പ്രയോഗം എന്താണ്? മുദ്ദ കൊടുക്കാതാണ്. നമ്മൾ സാധാരണ മുദ്ദ കൊടുക്കാൻ. അപ്പൊ അതാണ് ചുരുങ്ങിയ അളവ് ഒരു മുദ്ദ്. ഷാഫി മദ്ഹബ് പ്രകാരം ഒരു മുദ്ദാണ് ഒരു നോമ്പിന്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 2 കൈയും കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് മുദ്ദ്. പറ്റ ചെറിയ കയ്യുമല്ല, വലിയ കയ്യുമല്ല, ഒരു ഇടത്തരം കൈ. ആ ഇടത്തരം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വാരൽ അരി, നാട്ടിലെ മുഖ്യാഹാരം അരിയാണല്ലോ. അപ്പൊ ഒരു വാരൽ അരി വാരിയാൽ എത്ര ഉണ്ടാകുമോ അതാണ് എന്ന് പറയാം. അത് നമ്മൾ കൂട്ടിയാൽ മതി. കിലോഗ്രാം നമ്മൾ കൈയോട് വാരി കൊടുത്തു. ഇതാണ് ഒരു മുദ്ദ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം പറഞ്ഞ ഒരു നോമ്പിന്. കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞതും പ്രബലമായതും 2 മുദ്ദാണ്. രണ്ട് മുദ്ദ്. ഒരു മുദ്ദ് സാധാരണ ഒരു 550-600 ഗ്രാമൊക്കെയാണ് വരിക. 2 കൈയും കൂട്ടി പിടിച്ചിങ്ങനെ വാരിയാൽ ഒരു 550-600 ഗ്രാം ഉണ്ടാവും. അത് പിന്നെ ദാരിദ്ര്യത്തിനനുസരിച്ച് വ്യത്യാസം വരും. കനമുള്ള അരി, കനമില്ലാത്ത അരി, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഗോതമ്പാവുമ്പോ മാറും. ഓരോ നാട്ടിലും മുഖ്യാഹാരം അതൊക്കെ മാറ്റം വരും. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ തിന്നുന്ന സാധാരണ അരി, ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി, ആ അരി സാധാരണ 550-600 ഗ്രാമൊക്കെയാണ് ഒരു ഇടത്തരം കയ്യിന് വാരിയാൽ ഉണ്ടാവുക. ഒരു മുദ്ദാണെങ്കിൽ ഒരു 600 ഗ്രാം, 700 ഗ്രാം ഒക്കെ കൊടുത്താൽ ഒരു മുദ്ദ് ആയി. 2 മുദ്ദ എന്നാണെങ്കിൽ ഇരട്ടി. അപ്പൊ ഒരു 1200-1300 ചിലർ 1.5 കിലോ പറഞ്ഞു, ചിലർ 1.25 പറഞ്ഞു. ഓരോരുത്തർ കൈയനുസരിച്ചൊക്കെ അളവില് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് അതിലുള്ള. അപ്പൊ ഏറ്റവും മിനിമം ചുരുങ്ങിയ പക്ഷം ഒരു മുദ്ദ കൊടുത്താലും അയാളെ ബാധ്യത വീടി എന്ന് പറയാം.
നേരത്തെ ചോദിച്ച കേസുകളുണ്ടാവും, അയാളിന്റെ ബുദ്ധിമുട്ടാണ്, എങ്ങനെ പട്ടിണിയാണ്, ആൾക്കാരെ കുറിച്ചാണ് ജീവിക്കുക, അങ്ങനെ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചപ്പോൾ ഒരു മുദ്ദന്റെ വലിയ കാര്യമായിരിക്കും. അപ്പൊ ഒരു മുദ്ദ നൽകിയാൽ തന്നെ കടമ വീടി എന്ന് പറയാം. ഏതാ സൂക്ഷ്മത നല്ലത് 2 മുദ്ദ കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം. ഇനിയിപ്പോ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള കൊടുക്കണോ? എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം. ഒരു സാധുവിന്റെ ഭക്ഷണം. അപ്പൊ അരി മാത്രമായാൽ ഭക്ഷണം ആവോ? നിങ്ങൾക്ക് കറി വേണോ, മീന് വേണോ, ഇറച്ചി വേണോ, കൂട്ടാൻ വേണോ, അതൊക്കെ കൊടുക്കൽ നല്ല കാര്യം. നിർബന്ധമായി കൊടുക്കണം എന്ന് പറയാനൊന്നും പറ്റൂല. ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ നല്ല കാര്യം. അപ്പൊ അരി മാത്രം കിട്ടിയാലും ഒരു കുടുങ്ങിയ നേരത്തെ ഭക്ഷണം പറയപ്പെടുന്നു. അനസ്വല്ലാഹുവിനൊക്കെ പ്രായമായി അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് കാണാം. നമ്മളെ പരിക്ക് ചോറ് അത് മതി. ഒരു മിസ്കീന്റെ ഭക്ഷണം ഒരു നേരത്തെ ചോറ്റിൽ കൊണ്ടുപോയി പരീക്ക് നല്ല വളർച്ച ചോർന്ന് പോയി. അത് മതി. ഒരു നോമ്പിന് പകരം ഒരു മിസ്കീൻ നേരം ഭക്ഷണം കഴിച്ചാൽ അല്ലെ ഓരോ ചോദിച്ചോ പൈസ കൊടുത്തോളാം. അവിടെ പോയിക്കാണ് നല്ല ചോദിച്ചാൽ എങ്ങനെ ചോർന്നാലും ഒരു 50 റുപ്യ സാധാരണ വരിക. ഒരു പൊരിച്ചും കഴിച്ചൊന്നും എടുക്കാതെ ചോർന്ന് പോരുകയാണെങ്കിൽ ഒരു 50 റുപ്യ 60 റുപ്യ ചോറായല്ലോ. അപ്പൊ ഓരോ 10 പൈസ കൊടുത്തോളാം. മിസ്കീനാണെങ്കിൽ അത് മതി. അപ്പൊ മിസ്കീൻ എന്നേ ഉള്ളൂ. മിസ്കീന്റെ ഭക്ഷണം അത് അല്ലാഹ് പറഞ്ഞത്. അപ്പോൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നേരത്തെ 5 ഗ്രാമൊക്കെ പറഞ്ഞാൽ 3 ആൾ 4 ആൾ വകുപ്പുണ്ടാകും. ഇന്നത്തെ അവസ്ഥയിലൊക്കെ 1 കിലോ അരി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 6 ആൾ പറഞ്ഞേക്കാം. എന്നെ പോലത്തെ 8 ചെയ്യും. അപ്പൊ അതൊക്കെ ആൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഏതായാലും ഒരു മിസ്കീന്റെ ഭക്ഷണം ഏറ്റവും മിനിമം ഒരു മുദ്ദ അരി കൊടുത്താൽ അവന്റെ ബാധ്യത വീടി എന്ന് പറയാം. ഇതുപോലെ കഴിവ് ശേഷം കണ്ട് അതിന്റെ കൂടെ ഇതൊക്കെ കൊടുക്കുകയാണ്. 2 അരസോയ കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ് നല്ല കാര്യം. എല്ലാ വ്യത്യാസപ്രകാരം എല്ലാങ്ങളോടുകൂടി ക്ലിയർ ആവുകയും ചെയ്യും. അത് പൈസ ആയിട്ടല്ല കൊടുക്കേണ്ടത്, ധാന്യമായി തന്നെ കൊടുക്കുക. പറഞ്ഞതുകൊണ്ട് മിസ്കീന്റെ ഭക്ഷണം പൈസ ഫോണിൽ പൈസ മറ്റേ 100 റുപ്യ റീചാർജ് ചെയ്യാൻ പൈസ ഭക്ഷണം ഫോണിനാവാം, ഓന്റെ ഭക്ഷണമാവില്ല. അപ്പൊ അതൊക്കെ ഏറ്റവും നല്ലത്. നമ്മൾ അരി വാങ്ങുന്നു. ഒരു 30 നോമ്പുണ്ടെങ്കിൽ ഒരു 20 കിലോ 25 കിലോ 30 കിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ബാധ്യത വീടി. അതായിട്ടും നല്ലത്. അതെല്ലാം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു മിസ്കീൻ ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഫിദിയാണ്, ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കണോ എന്ന് പറഞ്ഞു കൊടുത്തു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഗതി ഇല്ലാത്തവൻ, അഗതി എന്നാണ് മിസ്കീൻ. ഫഖീറും മിസ്കീനും ഏതാണ്ട് ഒരർത്ഥം ഉപയോഗിക്കും. 60 മിസ്കീന്മാർക്ക് അത് ഭാര്യമായി ബന്ധപ്പെട്ടില്ല. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പൊ 60 ആൾക്ക് ഈ പറഞ്ഞവർക്ക് കൊടുക്കണം. 60 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 60 മുദ്ദ് 2 മുദ്ദാണെങ്കിൽ 120 മുദ്ദുണ്ടാവും. അതവന് കൊടുക്കണം. പറഞ്ഞു വെച്ചപ്പോ മിസ്കീന്റെ മാനദണ്ഡം ഫഖീർ മിസ്കീൻ എന്നത് പൊതുവെ ദരിദ്രൻ, സാധു, അഗതി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയാറുള്ളത്. അവന് സമ്പാദിച്ച് ജീവിത വഴികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ആൾക്കാർ സാധാരണ മിസ്കീൻ എന്ന് പറയാം. ചിലപ്പോൾ വലിയ പെരുണ്ടാവും മിസ്കീനാണ്. പെരുള്ള മിസ്കീൻ ഔലാദില്ല. ഇപ്പൊ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പല മിസ്കീന്മാരുണ്ടല്ലോ. وأما السفينة فكانت لمساكين يعملون في البحر. ഖിദർ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ ഓട്ടാക്കിയതിന് അവിടെ എന്താ കാരണം? ആ കപ്പല് മിസ്കീന്മാരുടേതായിരുന്നു. അപ്പൊ കപ്പലിലെ മുതലാളി മിസ്കീനാണ്. കപ്പല് മിസ്കീന്മാരുടേതായിരുന്നു. ആ മിസ്കീനാണെങ്കിലും അയാൾക്ക് കപ്പലുണ്ട്. കപ്പലുള്ളതുകൊണ്ട് ആള് മിസ്കീൻ പെരവും പഴയ കാലത്ത് കൊറോണ ഒക്കെ വന്ന ആകെ പൊളിഞ്ഞ നാശമായി കണ്ടപ്പോ ഇടങ്ങാതിരിക്കണോ മിസ്കീനാണ്. ജീവിത വഴികൾ പറ്റിയവൻ അതാ ശരിക്കും എങ്ങനെ അധ്വാനിച്ചാലും അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ളത് തികക്കാൻ കഴിയില്ല. അതിനാണ് എന്ന് പറയാം. ജോലി ചെയ്യാൻ പോയാൽ സാധാരണ 10 റുപ്യ ആവശ്യമുള്ളത് എങ്ങനെ അധ്വാനിച്ചാലും 8 റുപ്യ 2 റുപ്യ ഷോർട്ടായിരിക്കും. അതിന് മിസ്കീൻ. അങ്ങനെ അത് അടിസ്ഥാന ആവശ്യങ്ങൾ മിസ്കീനാവും.
10 ലക്ഷം ഒരാൾ മതിയാവൂതല്ലോ. അപ്പൊ അത് കണക്കൂട്ടി നോക്കുമ്പോ മറ്റുകൂടെ തീർക്കിയത് അത് കൂട്ടൂല. അടിസ്ഥാന ആവശ്യങ്ങൾ അതിന് അവന്റെ അധ്വാനം കൊണ്ട് മതിയാകുന്നു. പഠിക്കുന്നുണ്ട്, വൈകുന്നേരം പൈസ, പക്ഷെ അതുകൊണ്ട് പല കാര്യങ്ങൾ കഴിഞ്ഞു പോകൂല. ഓരോ ബുദ്ധിമുട്ട് കുറെ പിന്നെ ഒരുപാട് അംഗങ്ങളുടെ കുടുംബമാണ്, അല്ലെങ്കിൽ ഒരുപാട് മറ്റൊക്കെ രോഗമുണ്ട്, എല്ലാവരും ചികിത്സ പോലാണ്, ഇതെല്ലാം കൂടി ഒത്തുപോകാൻ കഴിയുന്നില്ല. അവർക്കാണ് പറയുക. ഒരുവിധം അങ്ങനത്തെ ഒരു സാധാരണ ഒരു വലിയ സുഭിക്ഷത ഇല്ലാത്ത സാധാരണ കൂലിപ്പണിക്ക് മിസ്കി എന്ന ഘട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിനാണ് ആ സംഭവം. കപ്പല് മിസ്കീന്മാരുടേതായിരുന്നു. അപ്പൊ കപ്പലുണ്ടായിട്ട് പോലും അവരെ പറ്റി മിസ്കീൻ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്. കപ്പലെ വാങ്ങിക്കൊടുത്താവും ജനകീയമായി ഉണ്ടാക്കിയതാവും. കുറച്ച് മിസ്കീന്മാരൊക്കെ കൂടി ഒരു കൂടിയൊക്കെ വെച്ച് കുറച്ച് പൈസ സ്വരൂപിച്ചാണ് ചിലപ്പോൾ വണ്ടിയൊക്കെ വാങ്ങുമല്ലോ. ജനകീയ ബസ് കാണാൻ. അപ്പൊ ബസ്സിന്റെ മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ വരാം. അതാണ് സാധാരണ ഫക്കീർ മിസ്കീൻ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ മിസ്കീന്മാർക്കാണ് ഫിദിയ നൽകേണ്ടത്. നമ്മുടെ പള്ളിയിൽ എന്നും വൈകുന്നേരം ധാരാളം ആളുകൾ നോമ്പ് തുറ കൊടുക്കുന്നുണ്ട്. 100-ഏറെ ആളുകൾ ഓരോ ദിവസം നോമ്പ് തുറക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മളങ്ങനെ കണ്ടത് ഓരോ ദിവസം എങ്ങനെയാണ് ഏറ്റെടുക്കാന്നാണ്. കുറെ ഒക്കെ ആയിട്ടുണ്ട്. ഇനിയൊരു 5 ടീസൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ആർക്കും ചാൻസ് ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞാലാക്കര പറഞ്ഞാൽ ഇപ്പൊ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. 22 ദിവസത്തെ ആളേക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അവസാനത്തെ 10 കൂടി ഉണ്ടാവും. ഇത്തികാഫേറ്റും ഒക്കെ ഉണ്ടാവും. അത്താഴം കൂടി കൊടുക്കും. അപ്പൊ ആ നിലയ്ക്ക് എന്ത് കൊടുക്കുന്നത് തീരുമാനിക്കാം. പൊറോട്ട നോക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കുറയും, അല്ല ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടും. അത് അവൻ തീരുമാനിക്കാം എന്ത് കൊടുക്കണം. എന്താണ് കൊടുക്കുന്നത് തീരുമാനിച്ചാൽ എന്ത് ഭക്ഷണം വേണ്ടി വയ്ക്കുക, അത് കൊടുക്കുക, എത്ര പൈസ വയ്ക്കുക. സാധാരണ 7000 രൂപ 8000 രൂപ വരുന്നത്. പൊറാട്ടയും കരയ്ക്കാണെങ്കിൽ 7000 രൂപ ഒരു ദിവസം വരുന്നു. ബിരിയാണിക്കാണെങ്കിൽ 10 രൂപ റേഞ്ചിൽ വരുന്നു. അവിടെ ഉണ്ടാക്കി കൊടുക്കാതെ നിങ്ങൾ പെരേഞ്ച് വെച്ചാണ് കൊണ്ടുവരണം. അതിനും ബുദ്ധിമുട്ടില്ല. ഒരാൾക്ക് ഏൽപ്പിക്കുകയാണ്, അതും ബുദ്ധിമുട്ടില്ല. നമ്മുടെ ചെലവിൽ നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തോറ്റവൻ അതേ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ടൗൺ പള്ളിയിലുണ്ട്, അവിടെ ചാൻസ് ഇല്ല. അവിടെ 30 ആളായി. ഇവിടെ 5 ടീസും കൂടിയൊക്കെ ബാക്കിയുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അവസാനിപ്പിക്കേ പ്രാർത്ഥന ഇല്ലായൊന്നുമില്ല. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് ശക്തമായ ചൂടാണ്, നല്ല മഴ അത്യാവശ്യ സമയമാണ്, വെള്ളം ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കും മാതൃക കൂടിയാണത്. എന്താണ് 96 നോമ്പ് നോൽക്കാന്നുള്ളത് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള സ്ത്രീകളൊക്കെ ചെയ്തു പോകുന്ന രീതിയാണ്. നബിയുടെ ഒരു മാതൃക ഏതായാലും അതിലില്ല. നബിതങ്ങൾ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം പൂർണ്ണമായി നോറ്റിട്ടില്ല എന്ന് ആയിഷ പറയുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ ഏറ്റവും അധികം നോറ്റത് ഷഅബാനാണ്. ഷഅബാൻ നബിതങ്ങൾ പൂർണ്ണമായി നോറ്റിട്ടില്ല എന്ന് ആയിഷ പ്രത്യേകം പറയുന്നുണ്ട്. റമദാൻ അല്ലാത്തൊരു മാസവും നബിതങ്ങൾ മാസം ഫുള്ളായിട്ട് നോറ്റിട്ടില്ല. 90 നോമ്പ് നമ്മുടെ സാധാരണ റജബ് 30 നോൽക്കും, ഷഅബാൻ 30 നോൽക്കും, റമദാൻ 90, ശവ്വാൽ 6. അങ്ങനെ 96 നോമ്പെന്ന് പറയാം. 94 95 മാസമനുസരിച്ച് വ്യത്യാസം വരും. ഏതായാലും അങ്ങനെ ഒരു മാതൃക ഇല്ല. റമദാൻ ഫുൾ നോൽക്കാം, ശവ്വാൽ 6 നോൽക്കാം, ഷഅബാനിൽ നോമ്പുകൾ പരമാവധി വർദ്ധിപ്പിക്കാം. നബിതങ്ങൾ ഷഅബാൻ പൂർണ്ണമായും നോറ്റിട്ടില്ല. അതുകൊണ്ട് ഷഅബാൻ വർദ്ധിപ്പിക്കാം. ബാക്കി ഏത് സമയത്ത് നോമ്പുകൾ ആവാം. സുന്നത്ത് നോമ്പുകൾ എപ്പോഴും ആവാം. നോമ്പിന് വലിയ കൂലിയുണ്ട്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ നരകത്തിൽ 70 കാതങ്ങൾ അവൻ അകറ്റപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഒരാൾക്ക് എപ്പോഴും നോൽക്കാം. ഏറ്റവും നല്ലത് മാക്സിമം നോൽക്കാൻ ഏറ്റവും നല്ലത് ഇടപെട്ട ദിവസങ്ങൾ നോൽക്കലാണ്. ഒരു ദിവസം നോറ്റു പിറ്റേന്നില്ല. ഇടപെട്ട ദിവസങ്ങൾ നോക്കാണ് ഏറ്റവും നല്ല നോമ്പ്. നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ്.
കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. അദ്ദേഹം ഒരു ദിവസം നോമ്പ് നോൽക്കും, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും. അങ്ങനെ ജീവിതകാലം മുഴുവൻ പകുതി കാലം നോമ്പ് നോറ്റവരാണ് ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസം കിട്ടാൻ പോണ്ട, ഒരു ദിവസം നോക്കി ഒരു ദിവസം ഒഴിവാക്കാം. റമദാൻ മാസം അങ്ങനെയുള്ള നമുക്ക് അറിയുന്നു എന്ന് പറയണ്ട. അല്ലാത്ത കാലത്തുള്ളതാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിലേറെ നോൽക്കൽ നല്ലതല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയുടെ മകനാണ്. അംർ ഇബ്നു ആസ് സ്വഹാബിയാണ്, മകൻ അബ്ദുല്ലാഹിയും സ്വഹാബിയാണ്. അബ്ദുല്ല നല്ല ചെറുപ്പക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ നല്ല ചെറുപ്പക്കാരൻ, നല്ല തഖ്വയുള്ള അറിവുള്ള 5 അബ്ദുല്ലമാർ, സ്വഹാബത്തിൽ ഏറ്റവും പ്രഗത്ഭരായ 5 അബ്ദുല്ലമാരുണ്ട്. അതിൽപ്പെട്ട അബ്ദുല്ലയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ്. ഇതാണ് 5 അബ്ദുല്ലമാർ. വേറെ കുറേ അബ്ദുല്ലമാരുണ്ട്. ഏറ്റവും തലയെടുപ്പുള്ള അന്നത്തെ കാലത്ത് നബിയുടെ കാലത്ത് നല്ല ചെറുപ്പക്കാരാണ്. എന്തിനും ഏതിനും ഓടിക്കളിച്ച് പണിയെടുക്കാനും എല്ലാത്തിനും അറിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ മികച്ചെന്ന 5 അബ്ദുല്ലമാരാണ് ഇവർ. ഈ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ പതിവായി എന്നും നോൻപ്. അപ്പൊ ഈ വിവരം നബി തങ്ങൾ അറിഞ്ഞു. അബ്ദുല്ലാഹി എന്നും നോൻപാണ്. അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. അല്ല അബ്ദുല്ലാഹി എന്നും നോമ്പത് കേട്ടല്ലോ, അതേ നബി ഞാൻ നോമ്പ്. നബി തങ്ങൾ പറ്റൂല, എന്നും നോമ്പ് പറ്റൂല. നീ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. 1-ന് 10 ഇരട്ടി കൂലിയാണ്. 3-ന് 30 കൂലിയായി. എല്ലാ മാസം 3 നോറ്റാൽ എല്ലാ മാസം 30 കൂലിയായില്ലേ? അതുകൊണ്ട് എല്ലാ മാസം 3 നോറ്റ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക യാ റസൂലല്ലാഹ്. ഞാൻ നല്ല തള്ളുന്നടി ആരോഗ്യമുള്ള മനുഷ്യൻ, എനിക്കെന്ത് 3 നോമ്പ്, അതിനേക്കാളൊക്കെ എത്ര നോക്കാൻ എന്നെ കൊണ്ട് കഴിയും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സും യൗമൻ വഅഫ്തിർ യൗമൈനി. നീ ഒരു ദിവസം നോമ്പെടുക്കുക, 2 ദിവസം നോമ്പ് ഒഴിവാക്കുക. അപ്പൊ എല്ലാ മാസവും 10 ദിവസം നോമ്പ്, 20 ദിവസം നോമ്പില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി അതിനേക്കാളൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സും യൗമൻ വഅഫ്തിർ യൗമൻ. ഒരു ദിവസം നോക്കുക, ഒരു ദിവസം ഒഴിവാക്കുക. അപ്പൊ എല്ലാ മാസവും പകുതി നോമ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി അതിനേക്കാളും എനിക്ക് നോക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം നബി തങ്ങൾ പറഞ്ഞു, ലാ അഫ്ളല മിൻ ദാലിക. അതിനേക്കാളും മുന്നേ നോമ്പിനെ വേറല്ല. ഇതിനാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിലേറെ ശ്രേഷ്ഠമായ നോമ്പിനി വേറെ ഇല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ജീവിതകാലം മുഴുവനും അങ്ങനെ നോമ്പ് നോറ്റു. പകുതി കാലം. അവസാനം നബിക്ക് വഫാത്തായി, ഖലീഫമാരെ കാലം കഴിഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർക്ക് വയസ്സുമായി, ആരോഗ്യം കുറഞ്ഞു. ഈ നോമ്പ് നോക്കാൻ കഴിയാതായി. അദ്ദേഹം അന്ന് പറയുന്നുണ്ട്, നബി എനിക്ക് ആദ്യം തന്ന ഇളവ് ഞാൻ സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നു. നബി അത്ര മതിയായി ചോദിച്ചു വാങ്ങിയതാണല്ലോ. ഇനിയിപ്പോ നോക്കാൻ പറ്റൂല. നബിനോട് അങ്ങനെ വാശി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയത് പിന്നെ നബിന്റെ കാലം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറയാൻ പറ്റുന്നില്ല. അത് മനസ്സിൽ മരിക്കുന്നില്ല. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മരിക്കണവരെ നോറ്റു പകുതി കാലം. അപ്പൊ അന്ന് അദ്ദേഹം പറയാണ്, നബി തങ്ങൾ എനിക്ക് തന്ന ഇളവ് നേരത്തെ സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്നാണ്. അപ്പൊ സാധിക്കുന്നത് പതിവായി ചെയ്യുക. അതാണ് അല്ലാഹ് ഒരു ആവേശത്തിൽ കുറേണ്ട് ചെയ്തു പിന്നൊക്കെ നിർത്തിപ്പോയി എന്നതിനേക്കാളേറെ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി മാ ദാവ അലൈഹി സാഹിബു. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്യുന്നവൻ പതിവായി ചെയ്യുന്നതാകുന്നു. ഒരു ആവേശത്തിൽ കുറേണ്ട് ചെയ്തു പിന്നെ കുറെ കാലത്ത് വഹിക്കില്ല, പിന്നെ ഒരു ചെയ്യൂ. അതല്ല, ഉള്ളത് കുറച്ചാണെങ്കിലും സ്ഥിരമായി സ്ഥിരമായി അതെത്ര കുറച്ചാണെങ്കിലും ശരി എന്നാണ്. ഒരിക്കൽ നബി തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവിയുടെ റൂമിലേക്ക് നബി വന്നപ്പോ ഒരു സ്ത്രീ അവിടെ. അപ്പൊ നബി കയറി വന്നു. അപ്പൊ സ്ത്രീ ഉണ്ട്. അപ്പൊ നബി ചോദിച്ചു, ആരാണവര്? അപ്പൊ ആയിഷ അവര് വന്നിട്ട് രാത്രി അവർ നിസ്കരിക്കുന്നതിന്റെ ഊക്ക് പറയണ. രാത്രി ധാരാളം നിസ്കരിക്കുന്നുണ്ട്, ആധിക്യം എത്ര നിസ്കരിക്കുന്നുണ്ട്. അതിങ്ങനെ എന്നോട് വന്ന് പറയാണ്. അപ്പൊ നബി അങ്ങനൊന്നും വേണ്ട, അങ്ങനെ നിങ്ങൾ ഒന്നാകെ നിസ്കരിച്ചിട്ട്
പിന്നെ അവസാനം അടുത്ത് നിർത്തിപ്പോകും. അത് വേണ്ട. അലൈക്കും ബിമാ തുതീഖൂൻ, കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ഫവല്ലാഹി ലൻ യമല്ലല്ലാഹു ഹത്താ തമല്ലു, പടച്ചറപ്പാണ് സത്യം, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുമ്പോൾ അല്ലാഹു തആല മടുപ്പുണ്ടാവും. അപ്പൊ കുറച്ചു കാലം ഭയങ്കര നിസ്കാരവും ഭയങ്കര നോമ്പൊക്കെ പാടാ, പിന്നെ വൈകില്ല. അപ്പൊ അല്ലാഹ് ഓനെ കാഴ്ചരും അല്ലാണ്ട് ഓനാണ്ട് ഒഴിവാക്കി വിടും. അപ്പൊ ഉള്ളത് എപ്പോഴും പതിവായി സ്ഥിരമായി ചെയ്യാനാണ് അല്ലാഹുവിന് ഇഷ്ടം എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മൂന്നരയല്ലോ ചോദിച്ചാൽ ചോദിച്ചുകൊണ്ടേക്കും. بارك الله فيكم جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.